ഹലോ സ്റ്റുഡൻസ്, നമ്മൾ നോക്കുന്നത് ഗ്യാൻ ഇന്ത്യ ലേണിംഗ് അക്കാഡമിയുടെ 9th സ്റ്റാൻഡേർഡിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് അതിലേക്ക് കിടക്കാം. നോക്കണേ, നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നത് നോക്കണേ, വിച്ച് ഐസോടോപ്പ് ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിനിങ് ദ ഏജ് ഓഫ് ഫോസിൽ. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് വരുന്ന ഒരു തരം വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഏതാടാ? ഫോസിലുകളുടെ കാലപ്പഴക്കം അല്ലേ, ഏജ് ഓഫ് ഫോസിൽ തീരുമാനിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാടാ കാർബണിൻ്റെ ഐസോടോപ്പ്? കാർബൺ 14 ആണ് അല്ലേ. നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഭാഗമാണ് അല്ലേടാ, കാർബൺ 14 ആണ്. റെഡി അല്ലേടാ? ഓക്കെ, നോക്കണേ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സയൻറ്റിസ്റ്റ് ഹൂ ഡിസ്കവേർഡ് ന്യൂട്രോൺ കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരെന്ത്? എന്താടാ? ഒക്കെ വൺ വേർഡ് ക്വസ്റ്റ്യനുകളാണ് സ്റ്റാർട്ടിങ് വരുന്നത്. എന്താടാ? ജെയിംസ് എസ് ചാഡ്വിക്ക് അല്ലേ. ചാഡ്വിക്കാണ് നമ്മുടെ ന്യൂട്രോൺ കണ്ടെത്തിയത്. റെഡിയാണേ? ഓക്കെ, അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. The number of electron pairs shared in the formation of oxygen molecule. ഒരു ഓക്സിജൻ മോളിക്യൂൾ, അതായത് ഒരു O2 മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് the number of electron pairs shared in the formation of oxygen molecule. ഒരു ഓക്സിജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് എത്ര പെയർ ഇലക്ട്രോണുകളെ ഷെയർ ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. റെഡി? നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ തരുന്നുണ്ട്. അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ എല്ലാവർക്കും അറിയാം, 8 ആണ് അല്ലേ. അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ ഈസ് 8. റെഡി അല്ലേ? ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ഓക്സിജൻ്റെ ആറ്റം ഫോം ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഭാഗം നോക്കിയിട്ട് നമുക്കതിൻ്റെ ആൻസറിലേക്ക് പോകാം. അതൊരു O2 മോളിക്യൂൾ, അതായത് ഓക്സിജൻ്റെ ഒരു O2 മോളിക്യൂൾ ഫോം ചെയ്യുന്ന സമയത്ത് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ എത്രയാടാ? 8 ആണ്. അതായത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ് വരിക? 2,6 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക. റെഡിയല്ലേ? 2,6 ആയിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അങ്ങനെ ഒരു ഓക്സിജൻ്റെ ആറ്റം ഫോം ചെയ്യുന്നതിൻ്റെ ഡോട്ട് സ്ട്രക്ചർ ഞാൻ വരയ്ക്കുകയാണ്. 6 ഇലക്ട്രോണുകളാണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 1, 2, 3, 4, 5, 6 ഒരു ഓക്സിജൻ. അതുപോലെ O2 മോളിക്യൂളാണ്, 2 ഓക്സിജനുകൾ ഉണ്ടാവും അല്ലേ. അടുത്തൊരു ഓക്സിജൻ 1, 2, 3, 4, 5, 6. റെഡിയല്ലേ? ഈ 2 ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്ന് ഒരു ഓക്സിജൻ മോളിക്യൂൾ ഉണ്ടാകുന്ന സമയത്ത് ഇതാ ഇങ്ങനെയാണ് ആറ്റങ്ങളെ ഷെയർ ചെയ്യുന്നത്. എത്ര പെയർ ഇവിടെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്? ഒരു പെയർ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണാണ്. ഇവിടെ ഒരു ഇലക്ട്രോണുമുണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോണുമുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, അതൊരു പെയർ. ഇവിടെ ഒരു ഇലക്ട്രോൺ, ഇവിടെ ഒരു ഇലക്ട്രോൺ, അത് രണ്ടാമത്തെ പെയർ. അപ്പോൾ എത്ര പെയറുകൾ ഉണ്ടടാ? 2 പെയറുകളാണ് ഇവിടെ ഉണ്ടായിരിക്കുക. റെഡിയല്ലേ? 2 പെയർ ഇലക്ട്രോണുകളാണ് ഉണ്ടായിരിക്കുക. സെറ്റ് അല്ലേടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത്, വിച്ച് ഗ്യാസ് ഗീവ്സ് പ്രോട്ടോൺ ഡ്യൂറിങ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് യൂസിങ് പെർഫറേറ്റഡ് കാഥോഡ്. ഏത് ഗ്യാസാണ് അവിടെ യൂസ് ചെയ്യുന്നതാണ്? ഒരു ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നുണ്ട്. ആ ഭാഗത്ത് ഏത് ഗ്യാസാണ് ആ ഒരു എക്സ്പെരിമെൻറ്റിൽ യൂസ് ചെയ്തത്? ഏത് ഗ്യാസാടാ നമ്മൾ യൂസ് ചെയ്യുന്നത്? അവിടെ ഹൈഡ്രജൻ ഗ്യാസാണ് അല്ലടാ. ഹൈഡ്രജൻ ഗ്യാസാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സെറ്റല്ലേ? പൊളിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണേ. ഒക്കെ വൺ വേർഡ് ക്വസ്റ്റ്യനാണിത്. ഫിലിപ്പ് സ്യൂട്ടബിളി മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ അറ്റോമിക് മാസ് എന്ന് കൊടുത്തിരിക്കുന്നു. മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണ് വരിക? മെൻഡലീവ്സ് പീരിയോഡിക് ടേബിൾ ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് അറേഞ്ച് ചെയ്തത്? അറ്റോമിക് മാസിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ നിന്ന് കുറച്ചുകൂടെ മാറ്റിയിട്ട് അറ്റോമിക് നമ്പർ എന്ന് പറയുന്ന ടേം കണ്ടെത്തിയപ്പോഴാണ് അവിടെ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക്, ഇന്ന് നമ്മൾ പഠിക്കുന്ന മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് അത് അപ്ഡേറ്റ് ചെയ്തത്. അപ്പോൾ അറ്റോമിക് മാസിന് പകരം നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ ഏതാണ് യൂസ് ചെയ്യുന്നതാ? അറ്റോമിക് നമ്പറാണ്. അറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് മോഡേൺ പീരിയോഡിക് ടേബിളിൽ എലമെൻസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കണേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പോളാർ കോമ്പൗണ്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഒരു പോളാർ കോമ്പൗണ്ട് അല്ലാത്തത്? അതായത് പോളാർ കോമ്പൗണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് 2 ചാർജുകൾ പ്രസൻ്റായ കോമ്പൗണ്ടുകൾ, ഒരു നെഗറ്റീവ് ചാർജും ഒരു പോസിറ്റീവ് ചാർജും ഒരു കോമ്പൗണ്ടിൽ തന്നെയുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പോളാർ കോമ്പൗണ്ട് അല്ലെങ്കിൽ പോളാർ മോളിക്യൂൾ എന്നൊക്കെ വിളിക്കുന്നത്. ഇവിടെ HCl എന്ന് പറയുന്നത് ഒരു പോളാർ മോളിക്യൂളാണ്. H2O പോളാർ മോളിക്യൂളാണ്. CO2 പോളാർ മോളിക്യൂളാണോ? NH3 പോളാർ മോളിക്യൂളാണ്. NH3 പോളാർ മോളിക്യൂളാണ്. ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിൽ തന്നെ ഈ ഒരു ഭാഗം കൊടുക്കുന്നുണ്ട്. CO2 എന്ന് പറയുന്നത് എന്തല്ല? ഒരു പോളാർ മോളിക്യൂൾ അല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? CO2 ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ പോളാർ മോളിക്യൂൾ അല്ലാത്ത ഒരു ആൾ. അതിന് കാരണം കൂടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ വരുന്നുണ്ട്. എന്താണ് കാരണമാണ് വരുന്നത്? ഓർമ്മയുണ്ടോ? നിങ്ങൾ ഒന്ന് ഓർത്ത് നോക്കുക. എന്താടാ? HCl ആണെങ്കിലും H2 ആണെങ്കിലും
NH3 ആണെന്ന സമയത്ത് CO2 എന്തുകൊണ്ട് പോളാർ മോളിക്യൂൾ അല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജോമെട്രി നോക്കുന്ന സമയത്ത് അതിൻ്റെ പൊളാരിറ്റി അവിടെ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഒരു 9th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതില്ല. ടെക്സ്റ്റിൽ വളരെ കൃത്യമായിട്ട് കൊടുക്കുന്നത് ജോമെട്രി എന്ന് പറയുന്ന ഒരു ടേമാണ്. അപ്പോൾ CO2 എന്ന് പറയുന്നത് എന്തല്ല, ഒരു പോളാർ മോളിക്യൂൾ അല്ല, ഒരു നോൺ പോളാർ കോമ്പൗണ്ടാണ്, നോൺ പോളാർ മോളിക്യൂളാണ്. സെറ്റല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവേ. 7th ക്വസ്റ്റ്യൻ. Which of the following statement is correct regarding transition elements? ട്രാൻസിഷൻ എലമെൻസിനെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്നവയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? നോക്കണേ, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്റ്സ് സച്ച് ആസ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. റെഡിയാണോ? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണ് ചോദിച്ചത്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാ? 3 മുതൽ 12 വരെ ഗ്രൂപ്പിലുള്ള ആളുകളാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 3 മുതൽ 12 വരെയുള്ള ട്രാൻസിഷൻ എലമെൻറ്റ്സിൽ ആര് മാത്രമേ ഉള്ളൂ? മെറ്റൽ മാത്രമേ ഉള്ളൂ. ഒന്നാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്? അവിടെ മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ് ഉണ്ട്. ശരിയാണോ? ആ ഒരു ഭാഗം റെഡിയാണോ? ഇത് തെറ്റാണ് അല്ലേ? ഇനി അടുത്തത്, ഇൻക്ലൂഡ് എലമെൻറ്റ്സ് ഹാവിങ് ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് സച്ച് ആസ് സോളിഡ്സ്, ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. റെഡിയാണോ? ഇല്ല, നമ്മൾക്ക് അവിടെ ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലല്ല അവർ കാണപ്പെടുന്നത്. റെഡി? ഇനി അടുത്ത് നോക്കാം. ദേ ബിലോങ് ടു ദ ഗ്രൂപ്പ് 1 and 2. ശരിയാണോ? ഇതും തെറ്റാണ്, ഇതും തെറ്റാണ് അല്ലേ? 1 and 2 ഗ്രൂപ്പാണോ? 1, 2 ഗ്രൂപ്പിൽ പെടുന്നവരാണോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്? അല്ല. അവരെവിടെ പെടുന്നവരാ? ദേ ബിലോങ്സ് ടു ഗ്രൂപ്പ് 3 to 12 അല്ലേ? 3 മുതൽ 3 to 12 വരെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവരാണ് ആര്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട പോയിൻ്റ് ഏതാ? ഇതാണ്. അപ്പോൾ അവരുമായി കണക്ട് ചെയ്യുന്ന കറക്റ്റ് പോയിൻ്റ്. സെറ്റല്ലേ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ പ്രോസസ് ഇൻവോൾവിങ് ലോസ് ഓഫ് ഇലക്ട്രോൺ നോൺ ആസ്. ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യാൻ, ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? നമ്മൾ ഓക്സിഡേഷനും റിഡക്ഷനും പഠിച്ചിട്ടുണ്ട്. എന്താ ഓക്സിഡേഷൻ? ഇലക്ട്രോണുകളെ ലോസ് ചെയ്യുന്ന പ്രോസസ്സ്. ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അതാണെന്ത്? ഓക്സിഡേഷൻ. ഇനി ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുകയാണെങ്കിൽ, സ്വീകരിക്കുകയാണെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിനെ റിഡക്ഷൻ. ഇപ്പോൾ പഠിക്കാനുള്ള എളുപ്പമായി പറഞ്ഞുതരാം. ഓക്സിഡേഷൻ നിങ്ങൾ ഒഴിവാക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? ഒഴിവാക്കുക, നമ്മൾ സാധനം ഒഴിവാക്കുക, ഇലക്ട്രോണുകൾ ഒഴിവാക്കുക. ഓക്സിഡേഷൻ, ഇലക്ട്രോണുകളെ ഒഴിവാക്കുക. റിഡക്ഷൻ, ഇലക്ട്രോണുകളെ റിസീവ് ചെയ്യുക, വാങ്ങുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോണിൻ്റെ പ്രോസസ്സ് ഏതാ? ഓക്സിഡേഷനാണ് അല്ലേ? ഓക്സിഡേഷനാണ്, അതായത് ഓക്സീകരണമാണ്. ഓക്സീകരണം. റിഡക്ഷൻ അഥവാ നിരോക്സീകരണം എന്ന് പറയുന്നത് എന്താ? ഇലക്ട്രോണിനെ റിസീവ് ചെയ്യുക, സ്വീകരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. Two statements are given. Analyze the given statements. Choose the correct option from the following. 2 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിരിക്കുന്നു. നോക്കണം മക്കളെ, ഈ ക്വസ്റ്റ്യനുകളുടെ ഒരു പ്രത്യേകത, നിങ്ങളുടെ 9th സിലബസ് ഓൾറെഡി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്തരം ക്വസ്റ്റ്യനുകൾ എൻട്രൻസിലൊക്കെ വരുന്ന ടൈപ്പ് സ്റ്റേറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു പുതിയ പാറ്റേണിൽ കണ്ടുവരുന്ന ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. നിങ്ങളൊന്ന് പരിചയപ്പെടുത്താനായിരിക്കും ഈ ഒരു ചെറിയ ക്ലാസ്സിലെ ഈ ഒരു ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനുകൾ വരുന്നത്. റെഡി? നോക്കണേ. സ്റ്റേറ്റ്മെൻറ്റ് 1. When powdered eggshell react with dilute HCl, നോക്കണേ, ഒന്നാമത്തത് when powdered eggshell react with dilute HCl, the speed of production of carbon dioxide increases. The speed of production of carbon dioxide increases. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, when powdered the surface area of the eggshell increases. എന്താ വന്നതടാ? എഗ്ഗ് ഷെല്ല്, അതായത് മുട്ടയുടെ തോട് പൊടിച്ചിട്ട് നമ്മൾ HCl-മായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യുന്നു? കാർബൺ ഡൈ ഓക്സൈഡ് വളരെ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, അതായത് റിയാക്ഷൻ്റെ സ്പീഡ് കൂടുന്നു എന്നാണ് പറഞ്ഞത്. എഗ്ഗ് ഷെല്ല് എന്ന് പറയുന്നത് CaCO3 കാർബണേറ്റഡ് കോമ്പൗണ്ടാണ്, ഒരു കാർബണേറ്റ് കോമ്പൗണ്ടാണ്. കാർബണേറ്റുകൾ എപ്പോഴും ആസിഡുമായി പ്രവർത്തിക്കുന്ന സമയത്ത്, ആസിഡുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എഗ്ഗ് ഷെല്ല് HCl-മായി ആസിഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വരും. ഈ എഗ്ഗ് ഷെല്ലിനെ നമ്മൾ നന്നായി പൊടിച്ച് പൗഡർ രൂപത്തിലാക്കുന്നു. ഈ പൗഡർ രൂപത്തിലാക്കിയ എഗ്ഗ് ഷെല്ലാണ് HCl-മായി റിയാക്ട് ചെയ്യുമ്പോൾ വളരെ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തോട്ട് വരുന്നു. ഓക്കെ, നേരത്തെ വന്നതിനേക്കാൾ പൊടിക്കുന്നതിന് മുന്നേ വരുന്നതിനേക്കാൾ കാർബൺ ഡൈ ഓക്സൈഡ് പൊടിച്ചതിന് ശേഷം വരുന്നു. ഓക്കെ, അതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പൗഡർ ആക്കുന്ന സമയത്ത്, എഗ്ഗ് ഷെല്ല് പൗഡർ ആക്കുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ
കൂടുന്നു, അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നു. റെഡി, അതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്നത്. സർഫസ് ഏരിയ പൊടിക്കുമ്പോൾ കൂടുന്നു. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേടാ. നമ്മളിപ്പോൾ ഒരു മാർബിൾ പീസ് എടുക്കുന്നു. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കണേ, ഇതാ ഇവിടെ വരയ്ക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു പീസ് എടുത്തു, ചെറിയൊരു കല്ലോ എന്തെങ്കിലും ഒരു സ്റ്റോൺ എന്തെങ്കിലും ഒന്ന് നിങ്ങൾ സങ്കല്പിക്കുക, ഒരു ചെറിയ പീസ് കല്ല്. അതിൽ ഇത് നമ്മൾ ഒരു ആസിഡുമായി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സർഫസുകളാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്യൂബാണെന്ന് സങ്കല്പിക്കുക, ഇപ്പോൾ ഈ റിമോട്ടാണെന്ന് സങ്കല്പിക്കുക. ഈ ഒരു ഭാഗമാണ്, ഈ ഒരു ഇതാണെങ്കിൽ ഇതിലെ ഈ സർഫസുകളാണ് എന്ത് ചെയ്യുന്നത്, ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഭാഗമാണ് റിയാക്ട് ചെയ്യാനുള്ള സർഫസ് ഏരിയ. ഇനി ഞാനിതിനെ, ഇപ്പോൾ ഇതൊരു സ്റ്റോൺ ആണെങ്കിൽ, ഇതൊരു മാർബിൾ പീസോ അല്ലെങ്കിൽ എഗ്ഗ് ഷെല്ലോ ഒക്കെ ആണെങ്കിൽ ഞാനിതിനെ നന്നായി പൊടിച്ച് പൗഡറാക്കുന്നു. പൗഡറാക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, ചെറിയ 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 തരികളായിട്ട് മാറുന്നു, വളരെ ചെറിയ മൈന്യൂട്ട് പൗഡറുകളായിട്ട് മാറുന്നു. ഈ ഓരോ പൗഡറിന് ചുറ്റും ഈ HClൻ്റെ ആസിഡ് മോളിക്യൂളുകൾ പ്രവർത്തിക്കുന്നു. അപ്പോൾ സർഫസ് ഏരിയ കൂടിയില്ലേ? അപ്പോൾ സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് അവിടെ റിയാക്ഷൻ എന്ത് സംഭവിക്കും, കൂടും. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും ശരിയാണ് അല്ലേ? പൗഡർ ആക്കുന്ന സമയത്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് വളരെ പെട്ടെന്നുണ്ടാകുന്നു. സ്റ്റേറ്റ്മെൻറ്റ് 1 റെഡിയാണ്, ശരിയാണ്, കറക്റ്റാണ്. ഇനി പൗഡർ ആക്കുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നു. റെഡി. എന്തുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് വളരെ പെട്ടെന്ന് ഉണ്ടായത്, വളരെ കൂടുതലുണ്ടായത്? സർഫസ് ഏരിയ കൂടിയത് കൊണ്ട്. നിങ്ങൾ അവിടെ പഠിക്കുന്ന നമ്മുടെ 9th ഭാഗത്ത് പഠിക്കുന്നുണ്ട്, സർഫസ് ഏരിയ കൂടുമ്പോൾ, റിയാക്ട് ചെയ്യുന്ന സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് റിയാക്ഷൻ്റെ സ്പീഡും റിയാക്ഷൻ്റെ റേറ്റും കൂടും. റെഡിയല്ലേ? സർഫസ് ഏരിയ കൂടുന്നത് കൊണ്ട് ഇവിടെ റിയാക്ഷൻ്റെ റേറ്റും എന്ത് ചെയ്യുന്നു, കൂടുന്നു. ഇതാണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ. ഇനി താഴെയുള്ള പോയിന്റുകളെ കറക്റ്റായിട്ടുള്ള ആളുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് അല്ലേ? സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് സ്റ്റേറ്റ്മെൻറ്റ് 2 അല്ലേടാ? അല്ലേ? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ, എഗ്ഗ് ഷെല്ല് റിയാക്ട് ചെയ്തപ്പോൾ പൗഡറാക്കി റിയാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വളരെ പെട്ടെന്ന് HCl പ്രൊഡ്യൂസ് ചെയ്തു. എന്തുകൊണ്ടാണ് HCl വളരെ പെട്ടെന്ന് പ്രൊഡ്യൂസ് ചെയ്തത്? പൗഡർ ആക്കുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്നു. അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ആദ്യത്തെ പോയിൻ്റ് തന്നെ കറക്റ്റ് അല്ലേ? നമുക്ക് അതാണ് കണ്ടെത്താൻ പറഞ്ഞത് അല്ലേ? 2 സ്റ്റേറ്റ്മെൻറ്റ് ആർ ഗിവൺ, അനലൈസ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്, ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ ഫ്രം ദ ഫോളോയിങ്. താഴെയുള്ളതിൽ കറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തെ ഓപ്ഷൻ റെഡിയാണ്. രണ്ടാമത് നമുക്ക് വായിച്ചു നോക്കാം. ബോത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് 1 and സ്റ്റേറ്റ്മെൻറ്റ് 2 ആർ കറക്റ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. റെഡിയാണോ? അല്ല അല്ലേ? 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് 2. ഇനി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് കറക്റ്റ്. തെറ്റല്ലേ? അതും തെറ്റാണ്. ബിയും തെറ്റാണ്, സിയും തെറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് കറക്റ്റ് ബട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് നോട്ട് കറക്റ്റ്. അതും തെറ്റാണ് അല്ലേ? രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളും എന്താണ്, കറക്റ്റാണ്. അപ്പോൾ ഇതാണ് ഇവിടെ, ഇത്തരത്തിലാണ് നിങ്ങളിതിനെ ആൻസർ ചെയ്യേണ്ടത്. സെറ്റല്ലേ? ഇതൊരു പുതിയ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് കുറേ സമയം എടുത്ത് പറഞ്ഞത്. റെഡിയല്ലേ? അടുത്ത് നോക്കണേ. ഇഫ് 20 gram സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് ഇൻ 100 gram സൊല്യൂഷൻ, ദ മാസ് പെർസെൻറ്റേജ് ഓഫ് ദ സൊല്യൂട്ട് ഈസ്. റെഡി. മാസ് പെർസെൻറ്റേജ് ആണ് ഇത്. നിങ്ങൾക്ക് +1 പഠിക്കാനുള്ളൊരു ടേമാണ് മാസ് പെർസെൻറ്റേജ്. 9th പുതുതായിട്ട് ഈ വർഷം ആഡ് ചെയ്തിട്ടുണ്ട്. റെഡി. മാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആ സൊല്യൂഷനിൽ എത്ര ഗ്രാം ആ സൊല്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഗ്രാം ആ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഇപ്പോൾ 20 gram ആണ് നമ്മുടെ സൊല്യൂട്ട് ഉള്ളത്. നോക്കണേ, 20 gram ആണ് സൊല്യൂട്ട് ഉള്ളത്. 100 gram സൊല്യൂഷൻ, ടോട്ടൽ സൊല്യൂഷൻ്റെ മാസ് എന്ന് പറയുന്നത് 100 gram ആണ്. ഇനി മാസ് പെർസെൻറ്റേജ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. നോക്കണം, നമുക്ക് വളരെ സിമ്പിളാണ്. എത്രയാടാ സൊല്യൂട്ടിൻ്റെ അളവ്? 20 അല്ലേ? 20 ഡിവൈഡഡ് ബൈ എത്രയാ ടോട്ടൽ സൊല്യൂഷൻ്റെ അളവ്? ടോട്ടൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട് പ്ലസ് സോൾവെൻറ്റ്, അതാണല്ലോ സൊല്യൂഷൻ. സൊല്യൂട്ടിൻ്റെയും സോൾവെൻറ്റിൻ്റെയും കൂടെ മാസ് എന്താ? 100 gram. അതാണ് സൊല്യൂഷൻ്റെ മാസ്, അത് 100. ഇനി മാസ് പെർസെൻറ്റേജ് കാണാൻ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? 100 കൊണ്ട് ഇൻറ്റു ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ 100ഉം ഈ 100ഉം എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും. കാരണം ഇത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന പൊസിഷനിൽ ഇവിടെ ഡിനോമിനേറ്ററിലുമാണ്. അപ്പോൾ ഈ 200ഉം കട്ട് ചെയ്ത് പോയാൽ 20 പെർസെൻറ്റേജിലായതുകൊണ്ട് എത്ര പെർസെൻറ്റേജാണ്? 20%. വളരെ എളുപ്പമല്ലേ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഈ 100ഉം കട്ട് ചെയ്ത് പോയി, അതുകൊണ്ട് 20%. വളരെ സിമ്പിളായിട്ടുള്ള മാത്തമാറ്റിക്സ്. സെറ്റ് അല്ലേടാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവേ. മെറ്റലോയിഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് തന്നത്. ആദ്യത്തേത് വാട്ട് ആർ മെറ്റലോയിഡ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റ് 2 എക്സാമ്പിൾ ഫോർ ദ മെറ്റലോയിഡ്സ്. മെറ്റലോയിഡ്സിന് 2 എക്സാമ്പിളുകൾ എഴുതുക. എന്താണ് മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ?
എന്താ മെറ്റലോയിഡ്സ്? നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ 1, 2 മുതൽ അത് 1, 2 ഗ്രൂപ്പും അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്നതാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ആ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ ഉൾപ്പെടുന്ന ആളുകളാണ് ആര്? മെറ്റലോയിഡ്സ്. എന്താ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ? മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിൻ്റെയും നോൺ മെറ്റൽസിൻ്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റലോയിഡ്സ്. അവരെന്ത് ചെയ്യും? ലോഹത്തിൻ്റെയും അലോഹത്തിൻ്റെയും പ്രോപ്പർട്ടികൾ അവർ കാണിക്കും. ദേ ഷോ ബോത്ത് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്. റെഡി? അവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റലോയിഡ്സ്. റെഡി അല്ലേ? ഇനി മെറ്റലോയിഡ്സിന് 2 എക്സാമ്പിൾ പറയുക. ആരൊക്കെയാണ് മെറ്റലോയിഡ്സിൻ്റെ എക്സാമ്പിൾ? സിലിക്കൺ ഒരു എക്സാമ്പിളാണ്. സിലിക്കൺ. ജർമേനിയം അതിനൊരു എക്സാമ്പിളാണ്. ഇനി ആഴ്സനിക് അതിന് എക്സാമ്പിളാണ്. റെഡി? ഇത്തരത്തിൽ സിലിക്കൺ, ജർമ്മനി, ആഴ്സനിക്, അതുപോലെ ആൻറ്റിമണി. റെഡി? ഇവരെ ഇത്രയുമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. 2 എണ്ണമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. സിലിക്കണും ജർമ്മേനിയുമെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കുക. 2 ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. 4 ആളുകളെയും കഴിയുമെങ്കിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. സിലിക്കൺ, ജർമ്മേനിയം, ആഴ്സനിക്, ആൻറ്റിമണി. റെഡി? ഇത്രയുമാണ് പഠിക്കാനുള്ള മെറ്റലോയിഡ്സുകൾ. സെറ്റല്ലേ? എക്സാമ്പിളുകൾ. ഇനി എൻ ആറ്റം ഓഫ് എലമെൻറ്റ് എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് സിംബോളിക്കലി റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു. ഹാസ് 16 ഇലക്ട്രോൺസ്. 16 ഇലക്ട്രോണുകളുണ്ട്. സിമ്പിൾ ഈസ് നോട്ട് റിയൽ. ഓക്കെ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ഓക്കെ, റെഡി. ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ് ഓഫ് ദ എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ ഗ്രൂപ്പും പീരിയഡും കണ്ടെത്തുക. നോക്കാം നമുക്ക്. വളരെ സിമ്പിൾ അല്ലേ മക്കളെ? വളരെ സിമ്പിൾ അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? എ ക്വസ്റ്റ്യൻ, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. എക്സ് എന്ന് പറയുന്ന എലമെൻറ്റ് എത്ര ഇലക്ട്രോണുകൾ ഉണ്ടതാ? 16 ഇലക്ട്രോൺ. അതായത് അതിൻ്റെ ആറ്റോമിക് നമ്പർ 16. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്ക് എഴുതി നോക്കാം. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ അല്ലേ? രണ്ടാമത്തെ ഷെല്ലിൽ എത്ര എണ്ണം ഉണ്ടാവും? 2, 8. 2ഉം 8ഉം 10 ഇനി എത്ര ബാലൻസ് ഉണ്ട്? 6 എണ്ണം കൂടെ ബാലൻസ് ഉണ്ട്. 16 അല്ലേ? 2, 8, 10, 16 ആയതുകൊണ്ട് 6 എണ്ണം കൂടെ ബാലൻസ്. നമ്മൾ എന്ത് ചെയ്തു? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി, ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതി. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ആൻഡ് പീരിയഡ് ഓഫ് ദ എലമെൻറ്റ്. എലമെൻറ്റിൻ്റെ ഗ്രൂപ്പും പീരിയഡും കണ്ടെത്തുക. എങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പും പീരിയഡും കണ്ടെത്താനുള്ള ടെക്നിക്ക് പഠിച്ചത്? അവസാന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. ഇലക്ട്രോൺ കോൺഫിഗറേഷനിൽ അവസാന നമ്പർ 1, 2 ആണെങ്കിൽ, 1 ആണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, 2 ആണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. ഇവിടെ 1, 2 ആണോ? അല്ല. ഇനി അത് 5 മുതൽ അല്ലേ 3 മുതൽ അങ്ങോട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൊണ്ട് 10 കൂട്ടും അല്ലേ? 10 കൂട്ടും. റെഡി അല്ലേ? ഇവിടെ എത്രയാ? 16 ആണ്. 16 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 6 ആണ്. 6 ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അതിനെ കൊണ്ട് 10 പ്ലസ് ചെയ്യും. 10 പ്ലസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 16. അതായത് ഇവിടെയുള്ള ഗ്രൂപ്പ് ഏതാ? 16th ഗ്രൂപ്പ്. സെറ്റല്ലേ? ഇനി അടുത്തത് എന്താ? അതിൻ്റെ പീരിയഡ് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. പീരിയഡ് എന്നെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുക? ഇവിടെ ഷെല്ലുകൾ, എത്ര ഷെല്ലുകളുണ്ടെന്ന് നോക്കാം. എത്ര ഷെല്ലുകളുണ്ടോ ആ ഷെല്ലുകളുടെ എണ്ണമാണ് പീരിയഡ്. ഇവിടെ 1 കെ എന്ന് പറയുന്ന ഷെല്ല്, എൽ എന്ന് പറയുന്ന ഷെല്ല്, ഇതല്ലേ? ഇത് കെ ഷെല്ലാണ്, ഇത് എൽ ഷെല്ലാണ്, ഇത് എം ഷെല്ലാണ്. KLM 3 ഷെല്ലുകളുണ്ട്. അപ്പോൾ ഏതാ പീരിയഡ്? തേർഡ് പീരിയഡ്. റെഡി അല്ലേടാ? സെറ്റല്ലേ? പൊളിയല്ലേ? തേർഡ് പീരിയഡ്. 16th ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് എങ്ങനെ കണ്ടെത്തിയത്? അവസാനം 6 ആണ്. 1, 2 ആണെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, 2 ആണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. അതിന് മുകളിലാണെങ്കിലോ അതിനെ കൊണ്ട് നമ്മൾ 10 പ്ലസ് ചെയ്യുക. റെഡിയാണ്? ഇത് മെയിൻ ഗ്രൂപ്പിലെ ആളുകളെ കണ്ടെത്താനാണ് ഈ ഒരു ടെക്നിക്ക് ഉള്ളത്. 3 മുതൽ 12 വരെയുള്ളത് ഇതല്ല. റെഡി? ഇനി തേർഡ് പീരിയഡ് എങ്ങനെ കണ്ടെത്തിയത്? എത്ര ഷെല്ലുണ്ടോ അതാണ് പീരിയഡ് നമ്പർ. സെറ്റ്. അടുത്തതിലേക്ക് പോയേ. അടുത്ത ക്വസ്റ്റ്യൻ, ട്രാൻസിഷൻ എലമെൻറ്റ് ഷോസ് സിമിലാരിറ്റി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ് ആസ് വെൽ ആസ് ഇൻ പീരിയഡ്. എക്സ്പ്ലെയിൻ ദ റീസൺ. ട്രാൻസിഷൻ എലമെൻറ്റുകൾ, അതായത് 3 മുതൽ 12 വരെയുള്ള ആളുകൾ ഗ്രൂപ്പിലും പീരിയഡിലും അവരുടെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കും. എന്തുകൊണ്ട്? നോക്കണേ. 3 മുതൽ 12 വരെയുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അവരുടെ പ്രത്യേകത എന്താ? ഗ്രൂപ്പ് താഴോട്ടുള്ളതാണല്ലോ ഗ്രൂപ്പ് അല്ല, താഴോട്ടുള്ളതാണ് ഗ്രൂപ്പ്. ഇനി ലെഫ്റ്റ് നിന്ന് വലത്തോട്ട് പോകുന്നതാണ് പീരിയഡ്. ഇവരുടെ പ്രത്യേകത, സാധാരണ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത അവർ ഗ്രൂപ്പിൽ സിമിലാരിറ്റി കാണിക്കും, പീരിയഡിൽ സിമിലാരിറ്റി കാണിക്കില്ല.
പക്ഷേ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ത് സംഭവിക്കും? ഗ്രൂപ്പിലും സിമിലാരിറ്റി കാണിക്കും, പീരിയഡിലും സിമിലാരിറ്റി കാണിക്കും. റെഡി? നമ്മൾ മെയിൻ ഗ്രൂപ്പ് പഠിക്കുന്ന സമയത്ത്, മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് അവരുടെ ബാലൻസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് അവരുടെ കെമിക്കൽ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താ? എത്ര ഇലക്ട്രോണുകളെ അവർ വിട്ടുകൊടുക്കും, അതിനനുസരിച്ചാണ് അവരുടെ എന്ത് ചെയ്യുക? റിയാക്ഷനിൽ ഏർപ്പെടുന്നതും അതുപോലെ കെമിക്കൽ പ്രോപ്പർട്ടീസൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് എന്ത് ചെയ്യും? ബാലൻസി സിമിലർ ആയിരിക്കും, ഒരേ ഇലക്ട്രോണിനെ ആയിരിക്കും അവർ വിട്ടുകൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത്. റെഡി? അപ്പോൾ ഗ്രൂപ്പിൽ എന്താണ്? അവർ സിമിലാരിറ്റി കാണിക്കും. ഇനി മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് പീരിയഡിൽ എന്ത് ചെയ്യുന്നില്ല? സിമിലാരിറ്റി കാണിക്കുന്നില്ല. പക്ഷേ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ ഓൾറെഡി എല്ലാവരും എന്ത് ചെയ്യും? സിമിലാരിറ്റി കാണിക്കും. അതുപോലെ തന്നെ ഇനി പീരിയഡിലും ഇവരെന്ത് ചെയ്യും? സിമിലാരിറ്റി കാണിക്കും. അതിന് കാരണം ഇവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഗ്രൂപ്പിലും അതുപോലെ പീരിയഡിലും നോക്കണേ, ഒരു റിയാക്ഷനിൽ ഏർപ്പെടുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വളരെ എളുപ്പമുള്ള ഒരു എലമെൻ്റ് എടുക്കാം. സോഡിയം 11 അറ്റോമിക് നമ്പർ. 281 ആണ് അവൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. 281 അവൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 281 ആണ്. ഈ അവസാനമുള്ള ഈ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോഴാണ് അവൻ കെമിക്കൽ റിയാക്ഷനിൽ ആക്ട് ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഇലക്ട്രോണ് ഉള്ളത് കൊണ്ടാണ് അവൻ കെമിക്കൽ റിയാക്ഷൻ കാണിക്കുന്നത്, ആ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ് ഒരു റിയാക്ഷനെ, ഒരു എലമെൻറ്റിൻ്റെ റിയാക്ഷനെ തീരുമാനിക്കുന്നത്. ഓക്കെ, ഒരു എലമെൻ്റ് റിയാക്ഷൻ എങ്ങനെയാവണമെന്ന് തീരുമാനിക്കുന്ന ആരാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളാണ്. ആ പോയിന്റ് ക്ലിയർ ആണേ? നോക്കണേ, ഒരു ട്രാൻസിഷൻ നോക്കണേ, 3 മുതൽ 12 വരെയുള്ള ആളുകൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആവുന്ന സമയത്ത് അവർ ഗ്രൂപ്പിലും മുകളിൽ നിന്ന് താഴോട്ടും അതുപോലെ ഇടത് നിന്ന് വലത്തോട്ട്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പീരിയഡിലും അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം തുല്യമായിരിക്കും. റെഡി? അത് മെയിൻ ഗ്രൂപ്പിൽ താഴോട്ട്, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് തുല്യമാണെങ്കിൽ, പക്ഷേ ട്രാൻസിഷൻ എലമെൻറ്റ്സിൻ്റെ എങ്ങനെയാണ്? ഗ്രൂപ്പിലും പീരിയഡിലും അവരെന്ത് ചെയ്യുന്നു? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം സിമിലറാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഗ്രൂപ്പിലും പീരിയഡിലും എന്ത് ചെയ്യും? അവരുടെ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കും. സെറ്റാണ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. ദ സിംബൽസ് ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൺ. സെലക്ട് എ പെയർ ഓഫ് ഐസോബാർസ് ഫ്രം ദിസ് ഗ്രൂപ്പ്. ബി ക്വസ്റ്റ്യൻ, റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ദിസ് പെയർ. കുറച്ച് ആളുകൾ തന്നിരിക്കുന്നു. ഇതിൽ ഐസോബാർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ് ഐസോബാർ എന്ന് പറഞ്ഞാൽ? ഒരേ അറ്റോമിക് മാസ് നമ്പർ ഉള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ്, ഒരേ മാസ് നമ്പർ ഉള്ള ആളുകളെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോബാർ. ഒരേ അറ്റോമിക് നമ്പറുള്ള, നോക്കണേ, ഒരേ അറ്റോമിക് നമ്പറുള്ള ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐസോടോപ്പ്. അല്ലേ? ഒരേ അറ്റോമിക് നമ്പറും ഡിഫറൻറ്റ് മാസ് നമ്പറും ആണെങ്കിൽ അവരെ നമ്മൾ എന്ത് വിളിക്കും? ഐസോടോപ്പ് എന്ന് വിളിക്കും. ഇനി ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ അവരുടെ മാസ് നമ്പറുകൾ ഒന്നാണെങ്കിൽ, ഓക്കെ, അവരുടെ മാസ് നമ്പറുകൾ ഒന്നാണെങ്കിൽ അവരെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഐസോബാർ. ഇവിടെ മാസ് നമ്പർ ഒന്നായ ആളുകൾ ഏതൊക്കെയാണ്? ഇതാ അല്ലേ, ഇയാളും ഇയാളും. റെഡിയാണ്? അപ്പോൾ ഇവരാണെന്ത്? ഐസോബാർ. റെഡി? ഇവിടെ കോപ്പർ ഉണ്ട്, ഒരു ആർഗണുമാണ്. റെഡി? ഇവരുടെ താഴെ എഴുതിയത് അറ്റോമിക് നമ്പറാണ് അല്ലേ, 20. ആർഗണ്ടത് 18. അവരുടെ അറ്റോമിക് നമ്പറുകൾ ഡിഫറൻ്റ് ആണ്, പക്ഷേ മാസ് നമ്പർ രണ്ടാളുടെയും 40 ആണ്, 40 ആണ്. ഇനി റൈറ്റ് ദ റീസൺ ഫോർ സെലക്ടിങ് ദ പെയർ. ഈ പെയർ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്താ? അവരുടെ മാസ് നമ്പർ ഈക്വൽ ആണ്. ആ മാസ് നമ്പർ ഈക്വൽ ആയതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഐസോബാർ എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അടുത്തത് 15th ക്വസ്റ്റ്യൻ. സെലക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയോണിക് കോമ്പൗണ്ടുകൾക്ക് യോജിച്ച സ്റ്റേറ്റ്മെൻറ്റുകൾ സെലക്ട് ചെയ്യുക എന്നതാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദേ എക്സിസ്റ്റ് ഇൻ ക്രിസ്റ്റൽസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ അവരെന്ത് ചെയ്യുന്നു? ക്രിസ്റ്റൽസായി എക്സിസ്റ്റ് ചെയ്യുന്നു. ശരിയല്ലേ? ശരിയല്ലേടാ? ഓക്കെ, ശരിയല്ലേ? അവരെന്ത് ചെയ്യുന്നു? സോളിഡ് സ്റ്റേറ്റിൽ ക്രിസ്റ്റൽസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ദേ യൂഷ്വലി ഹാവ് ലോ മെൽറ്റിംഗ് പോയിൻറ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻറ്റ്. ശരിയാണോ? അല്ല. കോവലൻ്റ് കോമ്പൗണ്ട് ആണെങ്കിൽ അവരുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കുറവാണ്. പക്ഷേ അയോണിക് കോമ്പൗണ്ടുകളുടെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റും കൂടുതലാണ്. റെഡി? അപ്പോൾ ഇത് തെറ്റാണ്.
ഇനി ദേ യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആൻഡ് ബോയിലിംഗ് പോയിന്റ്. റെഡി അല്ലേ? റെഡിയാണ്. അത് അയോണിക് കോമ്പൗണ്ടുമായി കണക്ട് ചെയ്ത പോയിൻ്റാണ്. അയോണിക് കോമ്പൗണ്ടുകളുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും വളരെ കൂടുതലാണ്, വെരി ഹൈ ആണ്. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ അവരെന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുന്നത്. അത് തെറ്റല്ലടാ? തെറ്റാണ്. അയോണിക് കോമ്പൗണ്ടുകൾ സോളിഡ് സ്റ്റേറ്റിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. അപ്പോൾ എപ്പോൾ മാത്രമേ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുള്ളൂ? മോൾട്ടൻ സ്റ്റേറ്റിലും അതുപോലെ ലിക്വിഡ് ആയിരിക്കുന്ന സമയത്ത്, സോൾവെൻ്റ് ആക്കിയിരിക്കുന്ന സമയത്ത്, അവരെ നമ്മൾ സൊല്യൂഷൻ ആക്കിയിരിക്കുന്ന സമയത്ത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുകയുള്ളൂ. സോളിഡ് സ്റ്റേറ്റിൽ അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുകയില്ല. അപ്പോൾ അയോണിക് കോമ്പൗണ്ടുമായി കണക്ട് ചെയ്ത പോയിന്റ് ഏതൊക്കെയാണ്? ദേ എക്സിസ്റ്റ് ആസ് ക്രിസ്റ്റൽസ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ഒന്നാമത്തെ പോയിന്റ്. ഇനി സി എന്ന് പറയുന്ന ഭാഗത്തോ ദേ യൂഷ്വലി ഹാവ് ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റും അതും അയോണിക് കോമ്പൗണ്ടുമായി കണക്ട് ചെയ്യുന്ന പോയിൻ്റാണ്. റെഡിയല്ലേ? അടുത്തതിലേക്ക് പോവാം. 16th ക്വസ്റ്റ്യൻ. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂസ് ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൺ. ഓക്കെ, ചില എലമെൻറ്റുകളുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വാല്യൂകൾ തന്നിരിക്കുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ നാച്ചർ ഓഫ് കെമിക്കൽ ബോണ്ട് ഇൻ ദ ഫോളോയിങ് കോമ്പൗണ്ട്. അനലൈസിങ് ദ എബവ് ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ. മുകളിൽ കൊടുത്ത ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ യൂസ് ചെയ്ത് നമ്മൾ ഈ പറയുന്ന കോമ്പൗണ്ടുകളിലുള്ള ബോണ്ടിങ് ഏതാണ്? രണ്ട് ബോണ്ടിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അയോണിക് ബോണ്ടിങ്ങും അതുപോലെ കോവലൻ്റ് ബോണ്ടിങ്ങും അല്ലേ? അയോണിക ബന്ധനവും സഹസംയോജക ബന്ധനവും, അയോണിക് ബോണ്ടിങ് ആൻഡ് കോവലൻ്റ് ബോണ്ടിങ്. ഇതിൽ ഏത് ബോണ്ടിങ് ആണ് ഈ പറയുന്ന കോമ്പൗണ്ടിൽ കൊടുത്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ യൂസ് ചെയ്ത് നമുക്കത് കണ്ടെത്താം. എങ്ങനെ കണ്ടെത്താം? ഇതിലുള്ള ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂകൾ തമ്മിൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുന്ന സമയത്ത് 1.7 അതിൽ കൂടുതലാണെങ്കിൽ കോമ്പൗണ്ട് അയോണിക്കും, അതിൽ കുറവാണെങ്കിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് കോവലൻ്റ് കോമ്പൗണ്ടാണ്. നമുക്ക് നോക്കാം. NaCl എന്ന് പറയുന്ന ആൾ, NaCl സോഡിയം ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. ചെയ്യുന്ന രീതി ഇത്രയുള്ള വളരെ സിമ്പിളാണ്. നോക്കണേ, സോഡിയത്തിൻ്റേത് ഇലക്ട്രോ നെഗറ്റിവിറ്റി വാല്യൂ 0.93 ആണ്, ക്ലോറിൻ്റെത് 3.16 ആണ്. അതായത് വലിയ വാല്യൂ ഏതാണെന്ന് നോക്കുക. ഇതിൽ നിങ്ങൾ ഓർഡർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, വലിയ വാല്യൂ ഏതാണെന്ന് നോക്കുക, അതിൽ നിന്ന് ചെറിയ വാല്യൂ കുറക്കുക. 3.16 ആണ് വലിയ വാല്യൂ, അതിൽ നിന്ന് ചെറിയ വാല്യൂ ആയ 0.93 നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. നോക്കാം നമുക്ക് സിമ്പിളായിട്ട്. 3.16ൽ നിന്ന് 0.93 മൈനസ് ചെയ്യുക. 6ന് 3 പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 3. ഇനി 1ന്ന് 9 പോയില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഭാഗത്തു നിന്ന് കടെടുക്കും. കടെടുത്ത് കഴിഞ്ഞാൽ 11 ആയി. 11 9 പോയി കഴിഞ്ഞാൽ 2. ഇവിടെ ഒരു പോയിന്റ്, ഇവിടുന്ന് 1 ഓൾറെഡി നമ്മൾ കടെടുത്തത് കൊണ്ട് അവിടെ പിന്നെ എന്തായിരിക്കും ഉണ്ടാവുക? 2.23. ഇത് 1.7 എന്ന് പറയുന്ന വാല്യൂയേക്കാൾ കൂടുതലല്ലേ? 1.7 എന്ന് പറയുന്ന വാല്യൂയേക്കാൾ കൂടുതലല്ലേ? 1.7നേക്കാൾ കൂടുതലായാൽ അവിടെയുള്ള ബോണ്ട് ഏതായിരിക്കും? അയോണിക് ആയിരിക്കും. അതായത് NaCl ഉണ്ടാവുന്ന ബോണ്ട് അയോണിക് ബോണ്ടായിരിക്കും. സെറ്റല്ലേ? ഇനി അടുത്തത് ആരാ? CO2, കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്ന സമയത്ത് CO2. റെഡി? CO2വിൽ ആരൊക്കെയുണ്ട്? കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ആരുടെ വാല്യൂ കൂടുതൽ? ഓക്സിജൻ്റെ വാല്യൂ കൂടുതൽ. ഇത് 2 ഓക്സിജൻ ഉള്ളത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരാളുടെ കൂട്ടിയാൽ മതി. ഇനി ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വലിയ വാല്യൂ ഓക്സിജൻ്റെതാണ്, 3.44 മൈനസ് 2.55. നമ്മൾ നോക്കാം. 3.44ൽ നിന്ന് 2.55 നമ്മൾ മൈനസ് ചെയ്യുക. 4ന്ന് 5 പോവാം? ഇല്ല, കടെടുക്കാം. 14ന്ന് 5 പോയാൽ അവിടെ 9. നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് ഒരാൾ എടുത്തത് കൊണ്ട് അവിടെ 4ന് പകരം 3 ആയിരിക്കും അല്ല? ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി കടെടുത്തിട്ടുണ്ട്, അപ്പോൾ 3 ആയിരിക്കും. 3ന്ന് 5 പോവോ? മൈനസ് ചെയ്യോ? ഇല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നിന്ന് കടെടുക്കും. അപ്പോൾ എന്തായിട്ട് മാറും? 13 ആവും. 13 മൈനസ് 5 എത്രയാണ്? 13 മൈനസ് 5 എത്രയാണ്? 8 അല്ലേ? 8. റെഡി അല്ലേ? 13 മൈനസ് 5 ഈസ് ഈക്വൽ ടു 8 ആണ്. ഇനി അങ്ങനെ ആവുന്ന സമയത്ത് ഇവിടെ നിന്ന് നമ്മൾ ഓൾറെഡി ഒരാളെ കടെടുത്തിട്ടുണ്ട്, അപ്പോൾ 3 അല്ല, ഇനി അവിടെ 2 ആണ് ഉണ്ടാവുക. 2 മൈനസ് 2 എത്രയാണ്? 0.89. ഇത് 1.7നേക്കാൾ ചെറിയ വാല്യൂ അല്ലേ? 1.7നേക്കാൾ ചെറിയ വാല്യൂ അല്ലേ? 1.7നേക്കാൾ ചെറിയ വാല്യൂ ആണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന ബോണ്ട് ഏതായിരിക്കും? കോവലൻ്റ് ബോണ്ടായിരിക്കും.
ഇങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി യൂസ് ചെയ്തിട്ട് അതിൽ ആ ഒരു കോമ്പൗണ്ടിൽ ഏത് ബോണ്ടാണെന്ന് കണ്ടെത്തുന്നത്. നോക്കണേ 1.7 ആണെങ്കിൽ ബോണ്ട് ഏതാ? അയോണിക്കാം. 1.7 അതിൽ കൂടുതലോ ആണെങ്കിൽ ഇപ്പോൾ 1.71 അല്ലെങ്കിൽ 1.9 1.8 ഇതൊക്കെ ആണെങ്കിൽ എന്താണ്? അയോണിക്കാണ്. ഇനി 1.7 കുറവാണെങ്കിൽ 1.6 1.5 1 അങ്ങനെയൊക്കെ ആണെങ്കിൽ 1.7 കുറവാണെങ്കിൽ അയാൾ ആരായിരിക്കും? കോവലൻ്റ് ബോണ്ടായിരിക്കും. സെറ്റല്ലേ? ഇങ്ങനെയാണ് ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നത്. വളരെ വളരെ സിമ്പിളാണ്. ഈ മാർക്കൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, മക്കൾ കൊണ്ട് കളയരുത്. വളരെ സിമ്പിളായിട്ട് ഈ കാൽക്കുലേഷൻ ചെയ്ത് ഈ മാർക്കൊക്കെ സ്കോർ ചെയ്യുക. സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. 70th ക്വസ്റ്റ്യൻ എന്താ നോക്കാം. സെലക്ട് ദ കെമിക്കൽ ഇക്വേഷൻ വിച്ച് ആർ നോട്ട് ബാലൻസ്ഡ് ആൻഡ് ബാലൻസ് ദം. കുറച്ച് കെമിക്കൽ ഇക്വേഷനുകൾ തന്നിരിക്കുന്നു. അവർ ബാലൻസ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ ബാലൻസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. നോക്കണേ ഏതൊക്കെയാണ്? എ ക്വസ്റ്റ്യൻ S+O2 gives SO2. B N2 + H2 gives NH3. C ക്വസ്റ്റ്യൻ 2Mg+O2 gives 2MgO. D Na + Cl2 gives NaCl. ഇതാണ് ക്വസ്റ്റ്യൻ. നോക്കണേ ഇവിടെ തന്നെ ഇത് A S+O2 gives SO2. 2 N2 + H2 gives NH3. 3 2Mg+O2 gives 2MgO. 4th ക്വസ്റ്റ്യൻ Na + Cl2 gives NaCl. ഓക്കെ, ഇവിടെ തന്നെ എഴുതുന്നുണ്ട്, ഈ പേജിൽ തന്നെ എഴുതുന്നുണ്ട്. ഓക്കെ, ഇവിടെ നോക്കണേ, നന്നായി ശ്രദ്ധിക്കുക. ഇത് എഴുതാനുള്ള ബാലൻസ് ചെയ്യാനുള്ള ഭാഗം വളരെ കൃത്യമായി പഠിച്ചിരിക്കുക. വളരെ ചില കുട്ടികളൊക്കെ കുറച്ച് ടഫാണെന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. S+O2 gives SO2 ബാലൻസ് ചെയ്യേണ്ട സ്റ്റാർട്ടിങ് മുതലുള്ള കൃത്യമായ ഭാഗമാണ് പറയുന്നത്. ഒരു ഇക്വേഷനെ നമ്മൾ ബാലൻസ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നതെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് വൈസ് മെത്തേഡാണ് പറയുന്നത്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണോ അതാദ്യം എടുത്ത് എഴുതുക. നമുക്ക് തന്നിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ S+O2 gives SO2 അതാദ്യം എടുത്ത് എഴുതി. അതാണ് നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ്, S+O2 gives SO2. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇനി ആദ്യം നേരെ പോയി ബാലൻസ് ചെയ്യരുത്. നേരെ പോയി നമ്മൾ എന്ത് ചെയ്യരുത്, അതിലേക്ക് അക്കങ്ങൾ ഇട്ട് കൊടുക്കരുത്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഓൾറെഡി ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? എത്ര റിയാക്റ്റൻ്റ് ആണോ ഇടതുഭാഗത്തുള്ളത് അത്ര തന്നെ പ്രൊഡക്റ്റ് വലതു ഭാഗത്തുണ്ടോ നോക്കുക. ഇവിടെ ഒരു സൾഫറാണ് ഇടതുഭാഗത്തുള്ളത്, ഇനി ഇവിടെ ഒരു സൾഫറാണുള്ളത്. ഇനി ഇവിടെ 2 ഓക്സിജനാണ് റിയാക്റ്റൻ്റ് സൈഡിലുള്ളത്, ഇവിടെയും 2 ഓക്സിജനാണ് പ്രൊഡക്റ്റ് സൈഡിലുള്ളത്. ഇനി അതിനെ എന്ത് ചെയ്യണോ, എന്തെങ്കിലും ചെയ്യണോ? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. റെഡിയല്ലേ? S+O2 gives SO2 അതെന്താണ്? ബാലൻസ്ഡ് ആണ്. ഇനി അതിന് എന്ത് ചെയ്യാൻ പോകണ്ട? ഒന്നും ചെയ്യാൻ പോകണ്ട. ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി? മാർക്കായി. ഇത് റെഡിയായി. ഇതെന്ത് ചെയ്തു? ഇത് സെറ്റായി. അത് റെഡിയായി. ഇത് റെഡിയായി. ഇനി അതിലൊന്നും ചെയ്യാൻ പോകണ്ട. കാരണം എന്താ? ഇത് ബാലൻസ്ഡ് ആണ്. ഇവിടെ ഇടത് ഭാഗത്ത് ഒരു സൾഫർ, വലത് ഭാഗത്ത് ഒരു സൾഫർ, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെയും 2 ഓക്സിജൻ. ഇനി അതിലൊരു പരിപാടി എടുക്കണ്ട, അത് ബാലൻസ്ഡ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മളെന്താ പറഞ്ഞത്? ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? ക്വസ്റ്റ്യൻ അതേപോലെ എടുത്ത് എഴുതുക. N2 + H2 gives NH3 ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ നോക്കുക, ബാലൻസ് ചെയ്യുന്ന സമയത്ത് പ്രധാനപ്പെട്ട നിങ്ങൾ നോക്കേണ്ടത് അവിടെ ഹൈഡ്രജൻ, ഓക്സിജൻ പോലെയുള്ള ആളുകൾ പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ബാലൻസ് ചെയ്യുന്നവരിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഹൈഡ്രജൻ, ഓക്സിജൻ ആളുകൾ. അതുപോലെ നൈട്രജൻ, ക്ലോറിൻ, ഫ്ലോറിൻ ഇവരൊക്കെ ചിലപ്പം വരും. ഇവരിൽ ആരെങ്കിലും ഉണ്ടോ നോക്കുക. ഇപ്പോൾ ഹൈഡ്രജൻ, ഓക്സിജൻ ഉണ്ടോ നോക്കുക. ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ ബാലൻസ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്നാമത്തെ റൂളേ, ആദ്യം നമ്മൾ പറഞ്ഞത് തന്നിട്ടുള്ളത് ബാലൻസ് ആദ്യം എടുത്ത് എഴുതുക. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? അത് തന്നിട്ടുള്ള ഇക്വേഷൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കാം നമുക്ക്. ഇവിടെ 2 നൈട്രജൻ ഉണ്ട്, വലതു ഭാഗത്ത് 1 നൈട്രജൻ ഉള്ളൂ, പ്രൊഡക്റ്റ് സൈഡിൽ 1 നൈട്രജൻ, അപ്പോഴേ പോയി, ബാലൻസ്ഡ് അല്ല. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ 3 ഹൈഡ്രജൻ ഉണ്ട്, അത് പറ്റൂല. ഇടത് ഭാഗത്ത് എത്ര റിയാക്റ്റൻ്റ് ഉണ്ടോ അത്രയേ അവിടെ പ്രൊഡക്റ്റും ഉണ്ടാവാൻ പാടുള്ളൂ. വലതു ഭാഗത്ത് എത്ര പ്രൊഡക്റ്റ് ഉണ്ടോ അത്ര റിയാക്റ്റൻ്റ് അവിടെ ഉണ്ടായിരിക്കണം. എത്ര റിയാക്റ്റ് ഉണ്ടോ അത്ര പ്രൊഡക്റ്റ് ഉണ്ടാവണം, എത്ര പ്രൊഡക്റ്റ് ഉണ്ടായിട്ടുണ്ടോ അത്ര റിയാക്റ്റൻ്റ് ഉണ്ടാവണം.
അതാണ് നമ്മുടെ റൂള്. റെഡി? ആദ്യം അതുപോലെ എടുത്തെഴുതി എന്നിട്ട് ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത്. അപ്പോൾ ഇത് ബാലൻസ്ഡ് അല്ല, ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇത് ബാലൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്തെന്താ നോക്കി? അതിൽ ഹൈഡ്രജൻ ഓക്സിജൻ എന്ന് പറയുന്ന ആളുകൾ, ഇപ്പോൾ നൈട്രജൻ ക്ലോറിൻ ഫ്ലോറിൻ ഇവരിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി. അവർ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇവരിൽ ഹൈഡ്രജൻ ഓക്സിജൻ, ഹൈഡ്രജൻ ബാലൻസ്ഡ് ആണോ? അല്ല. നൈട്രജൻ ഒന്നും ബാലൻസ്ഡ് അല്ല. ഇനി അടുത്ത് നോക്കാം, അതിൽ ഓഡ് നമ്പർ ഉണ്ടോ എന്ന് നോക്കാം. ഓഡ് നമ്പറുകൾ ഉണ്ടോ എന്ന് നോക്കാം. അത് നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡ് ചെറിയ ബാലൻസിങ്ങിലൊക്കെ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. 11th എത്തുന്ന സമയത്ത് ഓക്സിഡേഷൻ്റെ ഈ ബാലൻസ് ചെയ്യാനുള്ള കുറച്ച് ഹയർ പ്രോബ്ലം വരും. അവിടെ നിന്നും യൂസ് ചെയ്യരുത്. വളരെ ചെറിയ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്കിത് വളരെ പെട്ടെന്ന് യൂസ് ചെയ്യാം, വളരെ എഫക്റ്റീവായിട്ട് അത് യൂസ് ചെയ്യാം. ഓഡ് നമ്പേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓഡ് നമ്പേഴ്സ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പരിപാടി, ഇപ്പോൾ നമ്മൾ നോക്കി ഇവിടെ ഹൈഡ്രജൻ ഓക്സിജൻ ഉണ്ട്, അവൻ ബാലൻസ്ഡ് അല്ല. രണ്ടാമത് നോക്കിയത് ഓഡ് നമ്പേഴ്സ് വരുന്നുണ്ടോ, അതായത് ഒറ്റ സംഖ്യ വരുന്നുണ്ടോ. ഇവിടെ 3 എന്ന് പറയുന്ന ഓഡ് നമ്പർ അല്ലേ, ഒറ്റ സംഖ്യയല്ലേ. നമ്മൾ ചെയ്യേണ്ടത് നേരെ അവിടെ പോയിട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓഡ് നമ്പർ ഉണ്ടോ, നമ്മൾ ചെയ്യേണ്ടത് എന്താ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന് നോക്കുക എത്ര നൈട്രജൻ ഉണ്ട് ഇവിടെ. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 2 നൈട്രജൻ ബാലൻസ്ഡ് ആയില്ലേ? നൈട്രജൻ ബാലൻസ്ഡ് ആയി. ഇനി ഹൈഡ്രജൻ എത്ര എണ്ണയുണ്ട്? 2 × 3. ഇപ്പോൾ നിലവിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 3 ഹൈഡ്രജൻ ഉണ്ടായിരുന്നു. നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സമയത്ത് 2 × 3 6 ഹൈഡ്രജനായി. ഇവിടെ എത്രയേ ഉള്ളൂ? 3 ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ 2 ഹൈഡ്രജനേ ഉള്ളൂ. ഇവിടെ പ്രൊഡക്റ്റ് സൈഡിൽ 6 ഹൈഡ്രജൻ ഉണ്ട്. 6 ഹൈഡ്രജൻ പ്രൊഡക്റ്റിലുണ്ടെങ്കിൽ അവിടെ റിയാക്ടറിലും എത്ര ഉണ്ടാവണം? 6 എണ്ണം ഉണ്ടാവണം. പക്ഷേ ഇവിടെ 2 എണ്ണേ ഉള്ളൂ. ഈ 2 എങ്ങനെ 6 ആക്കും? ഇവിടെ ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി നിങ്ങൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ മാത്രമേ നോക്കണേ, ലെറ്റേഴ്സ് നമ്മുടെ ആറ്റത്തിൻ്റെ സിമ്പലിൻ്റെ ഈ ഇടത് ഭാഗത്ത് മാത്രമേ നിങ്ങൾക്ക് നമ്പർ ഇടാനുള്ള അധികാരമുള്ളൂ. ഈ താഴെ കൊണ്ടുപോയി എന്ത് ചെയ്യരുത്? ചേഞ്ച് ചെയ്യരുത്. ഇപ്പോൾ N2 എന്ന് മാറ്റി N3 ആക്കരുത്, H2 എന്ന് മാറ്റി H6 ആക്കരുത്. ഇവിടെ നമ്പർ കൊടുക്കുക. റെഡി? അപ്പോൾ ഇവിടെ 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? ഇനി നമുക്ക് നോക്കാം. N2 ഞാനൊന്ന് മാറ്റി തരുന്നുണ്ട്. ഇതാ ഇയാളെ ഞാൻ ജസ്റ്റ് മായ്ക്കുന്നുണ്ട്, ഇവന്മാരെ ഞാൻ ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നുണ്ട്. അതാ ഇവരെയൊക്കെ ഒന്ന് മായ്ച്ച് കൊടുത്തിട്ട് ഞാൻ വേറെ താഴത്തോട്ട് എഴുതാണ്. നോക്കണേ എങ്ങനെയായിടാ? N2 + 3H2 gives 2NH3. ഇപ്പോൾ ബാലൻസ്ഡ് ആയോ? 2 നൈട്രജൻ. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 2 നൈട്രജൻ. 3 × 2 6 ഹൈഡ്രജൻ. 2 × 3 6 ഹൈഡ്രജൻ. സെറ്റല്ലേ? ചില കുട്ടികളൊക്കെ കൺഫ്യൂഷൻ പറയുന്നൊരു ഭാഗമാണ്. അതുകൊണ്ടാണ് വളരെ പതുക്കെ സ്ലോ ആയിട്ട് ഈ ഒരു ഭാഗം ബാലൻസിങ്ങിൻ്റെ ഭാഗം പറഞ്ഞു പോയത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ഈ ഒരു ക്വസ്റ്റ്യൻ അതുപോലെ എടുത്ത് എഴുതുക. 2Mg + O2 gives 2MgO. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ബാലൻസ്ഡ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ 2 മഗ്നീഷ്യം ഉണ്ട്. ഇവിടെ എത്ര മഗ്നീഷ്യം ഉണ്ട്? 2 മഗ്നീഷ്യം ഉണ്ട്. ഇവിടെ 2 ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. ബാലൻസ്ഡ് ആണ്. ഇനി അതിലൊരു പരിപാടി എടുക്കണ്ട. റെഡി? ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നെ ബാലൻസ്ഡ് ആണ്. ഇനി അതിൽ എന്ത് ചെയ്യണ്ട? ബാലൻസ് ചെയ്യണ്ട. റെഡി? അപ്പോൾ ഇത് തന്നെ എഴുതി വെച്ചാൽ ബാലൻസ്ഡ് ഇക്വേഷനായി. ഇനി അടുത്ത് നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇടത് ഭാഗത്ത് ഒരു സോഡിയം ഉണ്ട്. വലത് ഭാഗത്ത് എത്ര സോഡിയം? ഒരു സോഡിയം. ഓക്കെ. ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. വലത് ഭാഗത്ത് എത്ര ക്ലോറിനേ ഉള്ളൂ? ഒരു ക്ലോറിനേ ഉള്ളൂ. റെഡി? സെറ്റല്ലേ? സോഡിയം ബാലൻസ്ഡ് ആണ്, പക്ഷേ ക്ലോറിൻ ബാലൻസ്ഡ് അല്ല. റെഡിയാണ്? നമ്മൾ പറഞ്ഞ ഇവിടെ ലിസ്റ്റിലുള്ള ക്ലോറിൻ ഇവിടെ ഉണ്ട്, ക്ലോറിൻ ബാലൻസ്ഡ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ക്ലോറിനെ ബാലൻസ് ചെയ്യുക. ക്ലോറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? ക്ലോറിൻ എത്ര ക്ലോറിൻ ഇവിടെ ഉണ്ട്? 2 ക്ലോറിൻ ഇവിടെ ഉണ്ട്. 2 ക്ലോറിൻ ഉണ്ട്. ഇവിടെ ഒരു ക്ലോറിനേ ഉള്ളൂ. നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യും? ഇവിടെ ഒരു 2 എന്നിട്ട് കൊടുക്കാം. ഇവിടെ 2 എന്നിട്ട് കൊടുത്താൽ ക്ലോറിൻ ഓക്കെ ആയി. പക്ഷേ ആര് പോയി? സോഡിയം പോയി. സോഡിയം ഇവിടെ ഒരു സോഡിയമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സോഡിയത്തിന് എങ്ങനെ ബാലൻസ് ചെയ്യും? ഇവിടെ ഒരു 2 ഇട്ട് കൊടുക്കാം. 2Na. ഇപ്പോൾ എന്തായിട്ട് മാറി? 2 സോഡിയം, ഇവിടെ 2 സോഡിയം. ഇവിടെ 2 ക്ലോറിൻ, ഇവിടെയും 2 ക്ലോറിൻ. നമ്മൾ ഈ പറഞ്ഞ മെത്തേഡിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പം എന്ത് ചെയ്യാം? ഏത് ബാലൻസിങ്ങും നിങ്ങളുടെ 9th സ്റ്റാൻഡേർഡിലൊക്കെ വരുന്ന ഏത് ബാലൻസിങ്ങും നിങ്ങൾക്ക് വളരെ എളുപ്പം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. സെറ്റല്ലേ? പൊളിയല്ലേ? സിമ്പിളല്ലേ മക്കളെ? ഓക്കെ, നമ്മൾ അടുത്തതിലേക്ക് പോവുകയാണേ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ബാലൻസിങ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഭാഗത്തേക്ക് പോവാം. നോക്കണേ, എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് മെൻ ബൈ എ കാറ്റലിസ്റ്റ്? എന്താണ് ഒരു കാറ്റലിസ്റ്റ്? ഉൽപ്രേരകം എന്ന് പറയും. ബി,
വിച്ച് കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷനെ ബൂസ്റ്റ് ചെയ്യുന്ന, ഇൻക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിൻ്റെ പേരെന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എന്താണൊരു കാറ്റലിസ്റ്റ്? എന്താണ് ക്വസ്റ്റ്യൻ? കാറ്റലിസ്റ്റ് എന്താണ്? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് എന്താ? കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന മോളിക്യൂളിനെ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ടെസ്റ്റ് ട്യൂബിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ്. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്ന ആൾ തന്നെ എടുക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ആൾ, H2O2, ഹൈഡ്രജൻ പെറോക്സൈഡ്. ഈ ഹൈഡ്രജൻ പെറോക്സൈഡിനെ നമ്മൾ വെറുതെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് വെറുതെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അവൻ ഡീകമ്പോസ് ചെയ്ത് പോകും. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ത് ചെയ്യും? ഡീകമ്പോസ് ചെയ്ത് പോകും. അവൻ ഡീകമ്പോസ് ചെയ്ത് H2Oയും അതുപോലെ O2 ഗ്യാസുമായിട്ട് പുറത്ത് O2 ഗ്യാസ് അതിൽ നിന്ന് ഇങ്ങനെ റിലീസ് ചെയ്ത് പോകും. അങ്ങനെ റിലീസ് ചെയ്ത് ഡീകമ്പോസ് ചെയ്ത് പോകുന്ന ഇയാളിലേക്ക് നമ്മൾ കുറച്ച് MnO2 എന്ന് പറയുന്ന മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന ആളെ നമ്മൾ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഈ ഡീകമ്പോസിഷൻ പ്രോസസ്സ് വളരെ പെട്ടെന്ന് നടക്കും. ഓക്സിജൻ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അതിൻ്റെ എന്ത് ചെയ്തു? ഡീകമ്പോസിഷൻ്റെ റേറ്റ് നമ്മൾ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. എങ്ങനെ? അതിലേക്ക് MnO2 എന്ന് പറയുന്ന കാറ്റലിസ്റ്റിനെ ആഡ് ചെയ്തു. ഇനി അതിൻ്റെ പ്രത്യേകത, നമ്മൾ MnO2നെ നമ്മൾ എത്രയാണോ ആഡ് ചെയ്തത്, അങ്ങനെ ഡീകമ്പോസ് ചെയ്ത് പോയി ആ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞു. ആ കെമിക്കൽ റിയാക്ഷൻ കഴിഞ്ഞാലും ഈ കാറ്റലിസ്റ്റ് നമ്മൾ എത്രയാണോ കാറ്റലിസ്റ്റ് അതിനകത്ത് ചേർത്തത് അത്ര തന്നെ കാറ്റലിസ്റ്റ് അതിൽ വീണ്ടും ഉണ്ടാവും. അതായത് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയോ ചെയ്യും. പക്ഷെ അവരെന്ത് ചെയ്യില്ല? അവർക്ക് സ്വന്തമായിട്ട് ഒരു ചേഞ്ചും അവർക്കുണ്ടാവില്ല. ഓക്കെ, കാറ്റലിസ്റ്റ് ആർ ദ കോമ്പൗണ്ട് വിച്ച് ആൾട്ടർ അല്ലെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ബട്ട് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ് സെൽഫ്. അവർ സ്വന്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല? ഒരു ചേഞ്ചുമില്ല. അവരുടെ അളവിൽ ഒരു മാറ്റവും ഉണ്ടാവുന്നില്ല. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് 20 ഗ്രാമാണ് നമ്മളൊരു കാറ്റലിസ്റ്റ് ചേർത്തതെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ റിയാക്ഷൻ്റെ അവസാനം 20 ഗ്രാം തന്നെ അവരുണ്ടാവും. പക്ഷേ റേറ്റ്, ചില കാറ്റലിസ്റ്റുകൾ റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചില കാറ്റലിസ്റ്റുകൾ റേറ്റ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ രണ്ട് തരം കാറ്റലിസ്റ്റുകളുണ്ട്. പോസിറ്റീവ് കാറ്റലിസ്റ്റുമുണ്ട്, നെഗറ്റീവ് കാറ്റലിസ്റ്റുമുണ്ട്. പോസിറ്റീവ് ഉൽപ്രേരകങ്ങളുമുണ്ട്, നെഗറ്റീവ് ഉൽപ്രേരകങ്ങളുമുണ്ട്. റേറ്റ് കൂട്ടുകയാണെങ്കിൽ, കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂട്ടുകയാണെങ്കിൽ അവർ പോസിറ്റീവ് ഉൽപ്രേരകമാണ്. ഇനി അവരുടെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അവന് നെഗറ്റീവ് ഉൽപ്രേരകമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നുടാ? വിച്ച് കാറ്റലിസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ഡീകമ്പോസിഷൻ ഓഫ് ഹൈഡ്രജൻ പെറോക്സൈഡ്? ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ഡീകമ്പോസിഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന കാറ്റലിസ്റ്റിൻ്റെ പേരെന്താണ്? എന്താണ്? MnO2. MnO2 എന്ന് പറഞ്ഞാൽ മാംഗനീസ് ഡയോക്സൈഡ്. MnO2 മാംഗനീസ് ഡൈ ഓക്സൈഡ്. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റിൽ വളരെ കൃത്യമായി കൊടുക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. സെറ്റ് അല്ലേടാ? റെഡി അല്ലേ? ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോയ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. 19th question. The electron configuration of two elements A and B are given. A 281, B 285. Which of these has bigger atom? Why? A ആണോ B ആണോ വലിയ ആറ്റം ഏതാണ്? ബിഗ്ഗർ ആറ്റം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് താഴെ എടുത്ത് എഴുതിയാൽ വളരെ കൃത്യമായിട്ട് പറയാം. സിമ്പിളായിട്ട് നോക്കണേ. എ എന്ന് പറയുന്ന ആറ്റം എ, അയാളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാ? 281. ബി എന്ന് പറയുന്ന ആറ്റം, അയാളുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാ? 285. റെഡി അല്ലേ? രണ്ട് ആറ്റത്തെടുക്കുന്ന സമയത്തും അവരിലുള്ള ഷെല്ലുകളുടെ എണ്ണം. ഇപ്പം ആദ്യത്തെ ഷെല്ലിൻ്റെ പേരെന്താ? കെ അല്ലേ? രണ്ടാമത്തെ ഷെല്ലിൻ്റെ പേര് L, മൂന്നാമത്തെ ഷെല്ലിൻ്റെ പേര് M. ഇവിടെ കെയിൽ 2 ഇലക്ട്രോൺ ഉണ്ട്, എല്ലിൽ ഇവിടെയും 8 ഇലക്ട്രോൺ, രണ്ടിലും 8 ഇലക്ട്രോൺ ഉണ്ട്. എയിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്, ബിയിൽ 5 ഇലക്ട്രോൺ ആണുള്ളത്. റെഡി? 5 ഇലക്ട്രോൺ ആണുള്ളത്. ഷെല്ലുകളുടെ എണ്ണം ഇവരിൽ രണ്ടിലും സിമിലർ ആണ്. രണ്ടിലും ഇതിപ്പോൾ ന്യൂക്ലിയസ് ആണെങ്കിൽ ഇത് ന്യൂക്ലിയസ് ആണ്. ഇവിടെ 1, 2, 3. ഇത് എ എന്ന് പറയുന്ന ആൾ. ഇനി ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ 1, 2, 3. ഇത് ബി എന്ന് പറയുന്ന ആൾ. എയിലും ബിയിലും ഷെല്ലുകളുടെ എണ്ണം സെയിം ആണ്. പക്ഷേ ആ ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണത്തിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഇതിൽ എ എന്ന് പറയുന്ന ആളിൽ
കെയിൽ 2 ഇലക്ട്രോൺ, ഇനി കെയിൽ 2 ഇലക്ട്രോൺ, ബിയിൽ 1 2 സോറി എയിൽ എല്ലിൽ 8 ഇലക്ട്രോൺ 2 3 4 7 8, ഇവിടെയും 1 2 3 4 5 6 7 8. റെഡി. അവസാന ഷെല്ലിൽ എയിലാണെങ്കിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്, ഇനി ബിയിലാണെങ്കിലോ 1 2 3 4 5 ഇലക്ട്രോൺ ഉണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? ഏതാണ് ബിഗർ ആറ്റം, വലിയ ആറ്റം? ഇത് എങ്ങനെ കണ്ടെത്തോളാം? എങ്ങനെ കണ്ടെത്തും? എ എന്ന് പറയുന്ന ആളിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 2 8 1 11 11 ഇലക്ട്രോണുകളുണ്ട്. ബി എന്ന് പറയുന്ന ആളിലോ 15 ഇലക്ട്രോണുകളുണ്ട്. 11 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയസിനകത്ത് 11 പ്രോട്ടോൺ ഉണ്ടാവില്ലേ? ഇതിനകത്ത് എത്ര ഉണ്ടാവും? 11 പ്രോട്ടോൺ ഉണ്ടാവും, 11 പോസിറ്റീവ് ചാർജുള്ള ആളും ഉണ്ടാവും. ബിക്കകത്ത് 15 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 15 പ്രോട്ടോണും ഉണ്ടാവും. റെഡിയല്ലേ? ഈ പ്രോട്ടോൺ എന്ന് പറയുന്ന ആൾ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജാണ്. ഈ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണിനെ പിടിച്ചു വലിക്കും, ഈ ഷെല്ലിനെ പിടിച്ചു വലിക്കും. ആ ന്യൂക്ലിയർ ഫോഴ്സിനെ നമ്മൾ നോക്കണേ. അതിനകത്തുള്ള ഈ ന്യൂക്ലിയർ ഫോഴ്സ്, ഈ പോസിറ്റീവ് ചാർജുള്ള ആൾ എന്ത് ചെയ്യും? ഈ ഷെല്ലുകളെ പിടിച്ചു വലിക്കും. ഈ പോസിറ്റീവ് ചാർജുള്ള ആൾ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകളെ, ഷെല്ലുകളെ പിടിച്ചു വലിക്കും. ഇനി ഇവനാണെങ്കിൽ 15 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ അവൻ്റെ ന്യൂക്ലിയസിനകത്ത് 15 പ്രോട്ടോൺ ഉണ്ടാവും, 15 പോസിറ്റീവ് ചാർജുള്ള ആളുണ്ടാവും. അവനും എന്ത് ചെയ്യും? ഇവൻ്റെ ഇലക്ട്രോണുകളെ പിടിച്ചു വലിക്കും. റെഡി. അങ്ങനെ പിടിച്ചു വലിക്കുന്ന സമയത്ത് ഇവനിൽ 3 ഷെല്ലേ ഉള്ളൂ, ഇവനിലാകെ 3 ഷെല്ലേ ഉള്ളൂ. ഈ 3 ഷെല്ലുകളെ പിടിച്ചു വലിക്കുന്നത് 11 പ്രോട്ടോണാണ്. ഈ 11 പ്രോട്ടോൺ 3 ഷെല്ലുകളെ പിടിച്ചു വലിക്കുന്നത്. ഇവിടെയോ 15 പ്രോട്ടോണുകളും 3 ഷെല്ലുകളെ പിടിച്ചു വലിക്കുന്നത്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയസിനകത്തെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് ഇവൻ വളരെ ശക്തിയിൽ, ഇവനേക്കാൾ കൂടുതൽ ശക്തിയിൽ ഈ ഷെല്ലുകളെ പിടിച്ചു വലിക്കും. ഇവിടെയും 3 ഷെല്ലാണ്, ഇവിടെയും 3 ഷെല്ലാണ്. പക്ഷേ ഇവിടെ പ്രോട്ടോണിന് തന്നെ എത്രയാ? ന്യൂക്ലിയർ ചാർജ് കൂടി. ഇവിടെ 11 പ്രോട്ടോൺ ഉണ്ട്, ഇവിടെ 15 പ്രോട്ടോൺ. ഇവിടെ എന്ത് ചെയ്തു? ഇവനേക്കാൾ ന്യൂക്ലിയർ ചാർജ് കൂടിയത് കൊണ്ട് ഇവൻ വളരെ ശക്തിയിൽ, ഇവനേക്കാൾ ശക്തിയിൽ ഈ ഷെല്ലുകളെ പിടിച്ചു വലിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബിയുടെ വലുപ്പം ഇവനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. ബിയുടെ സൈസ് കുറവായിരിക്കും. കാരണം എന്താ? ഷെല്ലുകളുടെ എണ്ണം മാറുന്നില്ല. ഷെല്ലുകളുടെ എണ്ണം മാറാതെ നടുക്കുള്ള ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ഷെല്ലുകളെ പിടിച്ചു വലിക്കും. എന്ത് ചെയ്യും? ഷെല്ല് ഈ ഒരു ആറ്റത്തിൻ്റെ വലുപ്പം കുറയും. ഇത് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ഒരു പീരിയോഡിക് ടേബിളിൽ ഇടത്ത് നിന്ന് വലത്തോട്ട്, ലെഫ്റ്റ് ടു റൈറ്റ് പീരിയോഡിക് ടേബിളിൽ പോകുന്ന സമയത്ത്, അതായത് അക്രോസ് എ പീരിയഡ്, ഒരു പീരിയഡിൽ പോകുന്ന സമയത്ത്, ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ആറ്റത്തിൻ്റെ വലിപ്പം എന്ത് ചെയ്യും? ചെറുതായി വരും. എന്താ കാരണം? അവൻ്റെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യും? അതിൻ്റെ ആറ്റത്തിൻ്റെ വലുപ്പം കുറഞ്ഞു വരും. റെഡിയാണ്? ഇതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. നോക്കണേ, ഇതാ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വിച്ച് ഓഫ് ദിസ് ആസ് ബിഗർ ആറ്റം? വൈ? എന്തുകൊണ്ടാടാ? ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വളരെ എളുപ്പം പറയാം. ഇതിൽ ഏറ്റവും ബിഗർ ആറ്റം ഏതായിരിക്കും? എ ആയിരിക്കും ഇതിലെ ബിഗർ ആറ്റം. ബി എന്ന് പറയുന്ന ആറ്റത്തേക്കാൾ വലുത് എ ആയിരിക്കും. കാരണം എന്താ? ഇവനേക്കാൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എക്ക് കുറവാണ്. റെഡി. ഇവന് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുതലായതുകൊണ്ട് ഇവൻ്റെ ഷെല്ലുകളെ വളരെ സ്ട്രോങ് ആയിട്ട് അതിൻ്റെ ന്യൂക്ലിയസ് പിടിച്ചു വലിക്കും. സെറ്റല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വളരെ സിമ്പിളായുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്തതിലേക്ക് പോകാം. റൈറ്റ് ദ നെയിം ഓഫ് ആസിഡ് ആൻഡ് ആൽക്കലി റിക്വയർഡ് ടു ഫോം ദ ഫോളോയിങ് സാൾട്ട്. താഴെ കൊടുത്ത് സാൾട്ടുകൾ ഫോം ചെയ്യാൻ ആവശ്യമായ ആസിഡും ആൽക്കലിയും ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ജസ്റ്റ് അതിൻ്റെ പേരുകൾ മാത്രമാണ് ചോദിച്ചത്. നോക്കണേ, ഇവിടെ കൊടുത്തുള്ള സാൾട്ടുകൾ ഏതൊക്കെയാണ്? മഗ്നീഷ്യം സൾഫേറ്റും കാൽസ്യം ക്ലോറൈഡും. മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ MgSO4. റെഡി. അടുത്തത് കാൽസ്യം ക്ലോറൈഡ്. കാൽസ്യം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CaCl2. ഇവർ ഫോം ചെയ്യാൻ ആവശ്യമായ ആസിഡും ആൽക്കലിയും ഏത്? MgSO4 ഫോം ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ആസിഡും ആൽക്കലിയും. ആൽക്കലി MgOH ട്വൈസും. SO4 ഉള്ള നിങ്ങൾ പഠിച്ച ആസിഡ് ഏതാ? H2SO4 അല്ലേ? വളരെ സിമ്പിളായിട്ട് H2SO4. ഇയാൾ രണ്ടും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
MgSO4 എന്ന് പറയുന്ന സാൾട്ട് കിട്ടും. റെഡി. അപ്പോൾ അതിന് വേണ്ട ആൽക്കലി ഏതാ? MgOH ട്വൈസ്. അതുപോലെ അതിന് വേണ്ട ആസിഡ് ഏതാ? H2SO4. ഇനി CaCl2 ആണെങ്കിൽ ആ ഒരു CaCl2 കാൽഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ട് ഫോം ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ആൽക്കലി CaOH ട്വൈസ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അതോടുകൂടി ഇതാണ് നമുക്ക് വേണ്ട ആൽക്കലി. അതോടുകൂടി നമുക്ക് അതിന് വേണ്ട ആസിഡ് Cl, ക്ലോറിന് ഉള്ള ആസിഡ് ഏതാണ് നിങ്ങൾ പഠിച്ചത്? HCl. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് HCl. ക്ലോറിനുള്ള ആസിഡാണ് HCl. ഇവർ രണ്ടാളും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? CaCl2. ഓക്കെ അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ഭാഗം. ഇതാണ് നമുക്ക് വേണ്ട ആസിഡ്. സെറ്റല്ലേ? MgOH ട്വൈസ് എന്ന് പറഞ്ഞ ആൽക്കലി, H2SO4 എന്ന് പറഞ്ഞ ആസിഡും ചേർന്നാൽ നമുക്ക് MgSO4 എന്ന് പറഞ്ഞ സാൾട്ട് കിട്ടും. CaOH ട്വൈസ് എന്ന് പറഞ്ഞ ആൽക്കലിയും അതുപോലെ HCl എന്ന് പറയുന്ന ആസിഡും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് CaCl2 എന്ന് പറഞ്ഞ സാൾട്ട് കിട്ടും. സെറ്റല്ലേ? അടുത്ത ഭാഗത്തേക്ക് പോയി 21. ക്വസ്റ്റ്യൻ നമ്പർ 21. Some of the observation of Rutherford gold foil experiment are given. Write the assumptions arrived at from these. റുദർഫോർഡിൻ്റെ എക്സ്പെരിമെൻറ്റിൻ്റെ ചില അസംഷൻസ് താഴെ തന്നിരിക്കുന്നു. ആ അസംഷൻസ് കൊണ്ട് എന്ത് ഇൻഫറൻസിലാണ്, എന്ത് ഒബ്സർവേഷനിലാണ് നിങ്ങൾ എത്തിയത് എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ ഒബ്സർവേഷൻ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫ്ലക്റ്റഡ്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആണ് ചോദിച്ചത്. ആ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട് ആൽഫ പാർട്ടിക്കിൾ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ എന്ത് ചെയ്തു? അതിലൂടെ പാസ് ചെയ്തു പോയി. അതിനർത്ഥം എന്താ? ഒരു ആറ്റത്തിൻ്റെ മോസ്റ്റ് ഓഫ് ദ സ്പേസ്, കൂടുതൽ സ്പേസ് എന്താണ്? വാക്കൻ്റ് ആണ്. അങ്ങനെ വാക്കൻ്റ് ആയതുകൊണ്ടാണ് ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തത്? ഒരു ഡിഫ്ലക്ഷനുമില്ല. ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളാണ്. പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ പോകണമെങ്കിൽ അവിടെ എന്തുണ്ടാവണം? കൂടുതൽ സ്പേസ്. ഒരു ആറ്റത്തിനകത്തെ മോസ്റ്റ് ഓഫ് ദി സ്പേസ് എന്താണ്? വാക്കൻ്റ് ആണ്. അതാണ് ഒന്നാമത്തെ പോയിന്റിൽ നമുക്ക് വന്ന ഇൻഫറൻസ്. റെഡി? നമ്മൾ എത്തിയ ഒബ്സർവേഷൻ. അടുത്ത രണ്ടാമത്തെ പോയിന്റ്, സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ. ചില ആൽഫ പാർട്ടിക്കിൾ എന്ത് ചെയ്തു? ചെറിയൊരു ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. അങ്ങനെ ചെറിയൊരു ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ അവിടേക്ക് കടത്തിവിട്ട് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിളാണ്, ആൽഫ പാർട്ടിക്കിളാണ്. ഈ ആൽഫ പാർട്ടിക്കിൾ ചെറിയൊരു ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ, പോസിറ്റീവ് ചാർജുള്ള ഒരാൾ ഡിഫ്ലക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കണം. റെഡി? അതിനടുത്ത് എവിടെയോ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായെങ്കിലേ അവൻ ചെറിയൊരു ആംഗിളിൽ ഡിഫ്ലക്റ്റ് ചെയ്ത് പോവുകയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനകത്ത് ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു സെൻറ്റർ ഉണ്ട് എന്നുള്ള ഒരു അസംഷനിലേക്ക് നമ്മളെത്തി. അതിലെന്തുണ്ട്? ചെറിയൊരു പോസിറ്റീവ് ചാർജുള്ള ഭാഗമുണ്ട് എന്നുള്ള ഒരു ഒബ്സർവേഷനിലേക്ക് നമ്മളെത്തി. എന്നാലും ആ ഒരു ഭാഗം കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? അവിടെ ഒരു പോസിറ്റീവ് ചാർജ് സെൻറ്റർ ഉണ്ടെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തില്ല? കൃത്യമായിട്ട് അറൈവ് ചെയ്തിട്ട് ആ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടില്ല. അടുത്ത പോയിന്റ് വന്നു, എ വെരി ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ആർ ബൗൺസ്ഡ് ബാക്ക്. അതായത് പോയ ആൽഫ പാർട്ടിക്കിൾ അതേപോലെ തിരിച്ചു വന്നു. ബൗൺസ് ബാക്ക് ചെയ്തു, പുറകോട്ട് എന്ത് ചെയ്തു? ബൗൺസ് ബാക്ക് ചെയ്തു. അതിനർത്ഥം എന്താ? ഒരു ആറ്റത്തിനകത്ത് അതിൻ്റെ സെൻട്രൽ പാർട്ടിൽ പോസിറ്റീവ് ചാർജ് കോൺസെൻട്രേറ്റ് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയസ്. അങ്ങനെ ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഈ ഒരു ഒബ്സർവേഷൻ എത്തി. ക്ലിയർ അല്ലേ? സെറ്റല്ല? ഇതാണ് ഈ 3 അസംഷനിൽ നിന്ന് നമുക്ക് എത്താൻ കഴിയുന്ന ഒബ്സർവേഷനുകൾ ഇതൊക്കെയാണ്. സെറ്റല്ലേ? നോക്കണേ, ഒന്നുകൂടെ പറയാം. ആൽഫ പാർട്ടിക്കിളുകൾ ഗോൾഡ് ഫോയിലൂടെ ഡിഫ്ലക്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സ്പേസ് വാക്കൻ്റ് ആണ്. സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് വെർ ഡിഫ്ലക്റ്റഡ് ബൈ എ സ്മോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു പോസിറ്റീവ് ചാർജ് എവിടെയൊക്കെയോ ഉണ്ട്, ഒരു സെൻട്രൽ പോസിറ്റീവ് ചാർജ് ഉണ്ട് എന്നുള്ള ഒരു ഒബ്സർവേഷനിലെത്തി. ഇനി ചില പാർട്ടിക്കിൾ ബൗൺസ് ബാക്ക് ചെയ്ത് പുറകോട്ട് വന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള ഒരാൾ അതിൻ്റെ സെൻട്രലിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു. അവൻ്റെ പേരാണെന്ത്? ന്യൂക്ലിയസ്. റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 22, ക്വസ്റ്റ്യൻ നമ്പർ 22. കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് ദ കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ്. NaCl എന്ന് പറയുന്ന ആളാണ്. അവൻ്റെ ഫോർമേഷനെ കുറിച്ചാണ് താഴെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അറ്റോമിക് നമ്പർ സോഡിയം 11 എന്ന് കൊടുത്തിട്ടുണ്ട്, ക്ലോറിൻ 17. ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ആറ്റം ഡൊണേറ്റ് ഇലക്ട്രോൺ ഇൻ ദിസ് റിയാക്ഷൻ? ഏത് ആറ്റമാണ് ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത്?
ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരക്കാനാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ അല്ലേടാ. സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, 281. ക്ലോറിൻ ആണെങ്കിൽ അറ്റോമിക് നമ്പർ 17 ആണ്, 287. അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണുകളെ 8 ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, റിയാക്ഷനിൽ ഏർപ്പെടുന്നത്. അങ്ങനെ 8 ആക്കണമെങ്കിൽ സോഡിയത്തിന് എന്ത് ചെയ്യണം, ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കണം, ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കുമ്പോൾ ഇവൻ്റെ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകും. അപ്പോൾ ആരാ ഇലക്ട്രോണിനെ ഇവിടെ ഡൊണേറ്റ് ചെയ്തത്? സോഡിയമാണ്. റെഡിയല്ലേ? ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ഓഫ് ദ ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ സോഡിയം ഡൊണേറ്റ് ചെയ്യുകയും ആ ഡൊണേറ്റ് ചെയ്ത ഇലക്ട്രോണിനെ ക്ലോറിൻ വാങ്ങുകയും ചെയ്യും. അങ്ങനെ വാങ്ങുന്ന സമയത്ത് സോഡിയത്തിന് ക്ലോറിൻ അവസാനം ഷെല്ലിൽ 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്ത് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്ത് അവൻ എന്ത് ചെയ്യും, സ്റ്റേബിൾ ആവും. അതിൻ്റെ ഡോട്ട് ഡയഗ്രം, ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രമാണ് നമ്മളോട് വരക്കാൻ പറഞ്ഞത്. എങ്ങനെ വരക്കൂടതാ, സോഡിയം വരച്ചു. സോഡിയത്തിൻ്റെ അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണെ മാത്രം മതി നമുക്ക്, അല്ലേ? ഡോട്ട് ഡയഗ്രം വരയ്ക്കുന്ന സമയത്ത് അവസാന ഷെല്ലിലുള്ള ഇലക്ട്രോണെ മാത്രം മതി. അവനെ നമ്മൾ വരച്ചു. ഇതാ ഒരു ഡോട്ട് പ്ലസ് ക്ലോറിൻ വരച്ചു. ക്ലോറിനിൽ അവസാന ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. 1 2 3 4 5 6 7. റെഡി. എന്താ സംഭവിച്ചത്, ഇവനിൽ നിന്ന് ഒരു ഇലക്ട്രോൺ അങ്ങോട്ട്, ഇതാ ഈ സോഡിയം ഇലക്ട്രോൺ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്നിട്ട് എന്തുണ്ടാവും ഇവിടെ, ഒരു കാറ്റയോണും ഒരു ആനയോണും പ്രൊഡ്യൂസ് ചെയ്യും. ആരാണോ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നത് അവൻ കാറ്റയോണോ, പോസിറ്റീവ് ചാർജുള്ള ആളും. ആരാണോ ഇലക്ട്രോണിനെ റിസീവ് ചെയ്തത് അവനൊരു ആനയോൺ, ഒരു നെഗറ്റീവ് ചാർജുമുള്ള ആളായിട്ട് മാറും. എങ്ങനെ വരൂടാ, സോഡിയം ഒരു ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്തു, അതിന് ഇനി അവൻ്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇല്ല, അവൻ എന്തായിട്ട് മാറും, ഒരു Na+ ഉള്ള ആളും. അതുപോലെ ക്ലോറിൻ എന്ത് ചെയ്യും, ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കും, എന്നിട്ട് എന്തായിട്ട് മാറും, അവൻ്റെ അവസാന ഷെല്ലിൽ 1 2 3 4 5 6 7 8 ഇലക്ട്രോൺ കംപ്ലീറ്റ് ചെയ്യും. ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചതുകൊണ്ട് മൈനസ്. ഇതൊരു കാറ്റയോണും ഇതൊരു ആനയോൺ. ഇതൊരു കാറ്റയോണാണ്, ഇതൊരു ആനയോണാണ്. ഇത് രണ്ടും കൂടെയാണ് നമ്മൾ NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡായിട്ട് മാറുന്നത്. ഇതാണ് അതിൻ്റെ ഡോട്ട് ഡയഗ്രാം. സെറ്റല്ലേ? സിമ്പിൾ അല്ലേടാ വരക്കാൻ. ഇത് ഒരു ഡോട്ട്, ഇവൻ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് Na+ഉം Cl- മാറിയത്. ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോവേ. അടുത്ത ക്വസ്റ്റ്യൻ 23, ക്വസ്റ്റ്യൻ നമ്പർ 23. ദ ഐസോടോപ്പ് ഓഫ് എൻ എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഹെവി വാട്ടർ. ഓക്കെ, ഏതോ ഒരു ആറ്റത്തിൻ്റെ ഐസോടോപ്പ് എന്ത് ചെയ്യുന്നു, ഹെവി വാട്ടർ മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐസോടോപ്പ്. ഏതാടാ ഹെവി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐസോടോപ്പ്? ഏതാ? ഹൈഡ്രജൻ്റെ ഐസോടോപ്പായ ഡ്യൂട്ടീരിയമാണ്. ഡ്യൂട്ടീരിയം. റെഡി? ഡ്യൂട്ടീരിയം, അതായത് H12, മാസ് നമ്പർ 2 വരുന്ന ആളാണ്. നമുക്കതിനെ ഷോർട്ടാക്കി ആ ഹെവി വാട്ടർ നമ്മൾ D2O എന്ന് നോട്ട് ചെയ്യാറുണ്ട്. D2O, ഡ്യൂട്ടീരിയം ആയതുകൊണ്ട് D2O എന്ന് ഹെവി വാട്ടറിനെ ഷോർട്ട് ചെയ്യാറുണ്ട്. ആ ഒരു ഐസോടോപ്പിൻ്റെ പേരെന്താ? ഡ്യൂട്ടീരിയം. റെഡിയാണേ? ഇതാണ് അതിൻ്റെ സിമ്പിൾ, H12. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ നെയിം ഓഫ് അതർ 2 ഐസോടോപ്പ് ഓഫ് ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ മറ്റ് ഐസോടോപ്പുകളെ പേര് എഴുതുക. വിച്ച് ഐസോടോപ്പ് എമംഗ് ദീസ് ഹാസ് മാസ് നമ്പർ ഓഫ് 3 ഉള്ള ഐസോടോപ്പ് ഇതിലേതാണ്? 3 നമുക്ക് പറയാം. H11 ഉണ്ട്, അവൻ്റെ പേരെന്താ? പ്രോട്ടിയം. H12 ഉണ്ട്, അവനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഡ്യൂട്ടീരിയം. H13 ഉണ്ട്, അവനാണ് ട്രിഷ്യം. H13 അവൻ്റെ പേരാണ് ട്രിഷ്യം. അപ്പോൾ നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഐസോടോപ്പ് എമംഗ് ദീസ് ഹാസ് മാസ് നമ്പർ 3? ഏതാടാ? ട്രിഷ്യം. റെഡിയല്ലേ? ഇതാ 3 ഐസോടോപ്പുകൾ. ഇതിൽ ഹെവി വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഡ്യൂട്ടീരിയം. ക്ലിയർ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയേ. 24. സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റുമായി സൂട്ട് ചെയ്യാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ ഏതൊക്കെയാണ്? അല്ലേ? നോക്കണേ. നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്, അതായത് 1 2 അതുപോലെ 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ. അതാണ് മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്. 1 2 ആൽക്കലി ഗ്രൂപ്പ്, ആൽക്കലി എർത്ത് ഗ്രൂപ്പ്, അതുപോലെ 13 മുതൽ 18 വരെയുള്ള നമ്മൾ ഗ്രൂപ്പുകളും ചേർന്ന ആ മെയിൻ ഗ്രൂപ്പിന് ഉൾപ്പെടാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ. ഷോ സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ പീരിയഡ്സ്. പീരിയഡ്സിൽ സിമിലർ പ്രോപ്പർട്ടി കാണിക്കുന്നു. റെഡിയല്ലേ? അതുമായിട്ട് സ്യൂട്ടബിൾ അല്ല. അല്ലെ? മെയിൻ ഗ്രൂപ്പുമായിട്ട് സ്യൂട്ടബിൾ അല്ലാത്തതാണേ ചോദിച്ചത്.
നല്ലോണം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യുക. സെലക്ട് ദ സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ പീരിയഡ്സ്. മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ് എപ്പോഴും സിമിലാരിറ്റി എന്തിലാണ് കാണിക്കുക? ഗ്രൂപ്പിലാണ് കാണിക്കുക. അപ്പോൾ ഇത് മെയിൻ ഗ്രൂപ്പുമായി യോജിക്കാത്ത പോയിൻ്റാണ്. ദേ ഇൻക്ലൂഡ് മെറ്റൽസ്, നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ്. റെഡി അല്ലേ? നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സിൽ മെറ്റൽസ് ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്, നോൺ മെറ്റൽസ് ഉണ്ട്. ദേ റെപ്രസെൻറ്റ് എലമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ഡിഫറൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്. ശരിയാണ്, ഡിഫറൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റിലുള്ള ആളുകൾ, സോളിഡ്സ് ഉണ്ട്, അതുപോലെ ലിക്വിഡ്സ് ഉണ്ട്, ഗ്യാസസ് ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഡി ക്വസ്റ്റ്യൻ, ഷോ സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അവർ ഗ്രൂപ്പിൽ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 3 to 12 ആർ ഇൻക്ലൂഡഡ്. 3 മുതൽ 12 വരെയുള്ള ആളുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് അവരുമായിട്ട് കണക്ട് ചെയ്യാത്ത പോയിൻ്റാണ്. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ ഇൻക്ലൂഡഡ്. ലാന്തനോയിഡ്സ് ആക്ടിനോയിഡ്സ് മെയിൻ ഗ്രൂപ്പ് എലമെൻ്റ് ആണോ? അല്ലല്ലോ. ഓക്കെ, അവരെ നമ്മൾ വേറൊരു പാർട്ടായിട്ടാണ് അവരെ ലാന്തനോയിഡ്സിനെ ആക്ടിനോയിഡ്സിനെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ അറേഞ്ച് ചെയ്തത്. അവരെ നമ്മൾ ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് വിളിക്കും. ട്രാൻസിഷൻ എലമെൻറ്റ്സിന് പുറമേയുള്ള ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ താഴെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട് ലാന്തനോയിഡ്സിനെയും ആക്ടിനോയിഡ്സിനും. അപ്പോൾ ഇതിൽ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സുമായിട്ട് സൂട്ട് ചെയ്യാത്ത പോയിന്റുകൾ ഏതൊക്കെയാണ്? ഷോ സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ പീരിയഡിൽ സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. അവർ എന്ത് ചെയ്യുന്നില്ല? സിമിലർ പ്രോപ്പർട്ടീസ് കാണിക്കുന്നില്ല. ഇനി എലമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 3 to 12 ആർ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. മെയിൻ ഗ്രൂപ്പിൽ അവർ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത് തെറ്റാണ്. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് ആർ ഇൻക്ലൂഡ്. അവർ അതിലല്ല ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ആ ഒരു പോയിന്റും തെറ്റാണ്. റെഡിയല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കെ. 25th ക്വസ്റ്റ്യൻ, ദ ഔട്ടർ മോസ്റ്റ് എം ഷെൽ ഓഫ് എൻ ഇലക്ട്രോൺ കണ്ടെയ്ൻസ് 7 ഇലക്ട്രോൺസ്. ഒരു ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് എം ഷെല്ലിൽ 7 ഇലക്ട്രോണുകളുണ്ട്. ഇറ്റ് ഹാസ് 18 ന്യൂട്രോൺ ഇൻ ഇറ്റ്സ് ന്യൂക്ലിയസ്. അതിൻ്റെ ന്യൂക്ലിയസിൽ 18 ന്യൂട്രോണുകളുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ബി, റൈറ്റ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതുക. ഹൗ മെനി പോസിറ്റീവ് ചാർജ് ആർ ദർ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് ആറ്റം. ഈ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ എത്ര പോസിറ്റീവ് ചാർജുകളുണ്ട്? ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, നോക്കേ, വളരെ കൃത്യമായിട്ട് ഇതിനുള്ള ആൻസർ നമുക്ക് എങ്ങനെ ഇതിനുള്ള ആൻസർ ചെയ്യാൻ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. ഇതിൽ കൊടുത്ത ഹിൻറ്റ് എന്താ? ക്വസ്റ്റ്യനിൽ കൊടുത്ത ഹിൻറ്റ് എന്താ? ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 18 ന്യൂട്രോണും ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലായ എമ്മിൽ 7 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതാ ഔട്ടർ മോസ്റ്റ് ഷെല്ല്? കെയും എല്ലും എം ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ആ എമ്മിൽ 7 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ഷെല്ലുകൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആവില്ലേ? അപ്പോൾ എല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? 8 ഇലക്ട്രോൺ ഉണ്ടാവും. കെയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാവും? കെയുടെ മാക്സിമം കപ്പാസിറ്റി എത്ര? 2 ആണ്. അവിടെ 2 ഇലക്ട്രോൺ ഉണ്ടാവും. അപ്പോൾ 287 ആയിരിക്കും അവൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. എങ്ങനെ കണ്ടെത്തിയത്? KLM. എം ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല് നമ്മൾ പറഞ്ഞിരിക്കുന്നു. അതിൽ 7 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 7 ഇലക്ട്രോൺ എത്തണമെങ്കിൽ അതിന് മുന്നത്തെ എല്ലിൽ എത്ര വേണം? 8 എണ്ണം വേണം. കാരണം എല്ലിൻ്റെ മാക്സിമം കപ്പാസിറ്റി എത്ര? 8 ആണ്. ഇനി അതിൽ 8 എന്ന് പറയണമെങ്കിൽ അതിന് മുന്നത്തെ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആവണം. കെയുടെ മാക്സിമം കപ്പാസിറ്റി എത്രയാണ്? 2 ആണ്. അപ്പോൾ അവൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാണ്? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 287 ആയിരിക്കും. റെഡിയല്ലേ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ 287 ആയിരിക്കും. ഇനി റൈറ്റ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അതിൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എഴുതുക എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. എങ്ങനെ നമ്മൾ കണ്ടെത്തുക? വളരെ സിമ്പിൾ അല്ലേ? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് എത്ര പ്രോട്ടോൺ ഉണ്ടോ എത്ര ഇലക്ട്രോൺ ഉണ്ടോ അതിൻ്റെ എണ്ണമാണ് അറ്റോമിക് നമ്പർ. ഇതാണ് പ്ലസ് ചെയ്താൽ പോരെ? 2 + 8 അല്ല, ഇത് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അല്ലേ? എത്ര ഇലക്ട്രോൺ ഉണ്ട് നോക്കിയാൽ അറ്റോമിക് നമ്പറായി. 2 + 8 10, 10 + 7 17. അപ്പോൾ അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ = 17. ഇനി അടുത്തെന്താ? മാസ് നമ്പറാണ് ചോദിച്ചത്. മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താടാ? പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം. പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് മാസ് നമ്പർ. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണോ അറ്റോമിക് നമ്പർ അത് തന്നെയാണ് പ്രോട്ടോണിൻ്റെയും ഇലക്ട്രോണിൻ്റെയും എണ്ണം. അറ്റോമിക് നമ്പർ എത്രയാ? 17. അപ്പോൾ 17 അതാണ് പ്രോട്ടോണിൻ്റെ എണ്ണം. ന്യൂട്രോണിൻ്റെ എണ്ണം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാ? 18 ന്യൂട്രോൺ, 18 ന്യൂട്രോൺ. അപ്പോൾ 17 + 18 എത്രയാടാ? 17 + 18 35.
അല്ലേ? എളുപ്പമല്ലേ? വളരെ സിമ്പിളല്ലേ? 35 ആയിരിക്കും അതിൻ്റെ മാസ് നമ്പർ. അറ്റോമിക് നമ്പർ എത്രയാണ്? അറ്റോമിക് നമ്പർ 17 ആയിരിക്കും. മാസ് നമ്പർ എത്രയായിരിക്കും? അറ്റോമിക് നമ്പർ 17ഉം അതുപോലെ മാസ് നമ്പർ 35ഉം. റെഡിയല്ലേ? എങ്ങനെ കണ്ടെത്തി മനസ്സിലായോ? മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണം. പ്രോട്ടോണിൻ്റെ എണ്ണം എങ്ങനെ കണ്ടെത്തി? ആദ്യം അറ്റോമിക് നമ്പർ കണ്ടു. അറ്റോമിക് നമ്പർ എങ്ങനെ കണ്ടെത്തി? ആദ്യം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റോമിക് നമ്പർ കിട്ടി. അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിൻ്റെയോ പ്രോട്ടോണിൻ്റെയോ എണ്ണം. പ്രോട്ടോണിൻ്റെ എണ്ണം എന്താ? 17 ആണ്. പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് എന്ത്? മാസ് നമ്പർ. ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 18. 17 + 18 35 മാസ് നമ്പർ. വളരെ സിമ്പിളല്ലേ? ഇനി അതിൻ്റെ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? അതിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി പോസിറ്റീവ് ചാർജസ് ആർ ദർ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് ആറ്റം? അല്ലേ? ഈ ഒരു ആറ്റത്തിൽ എത്ര പോസിറ്റീവ്, ഹൗ മെനി പോസിറ്റീവ് ചാർജസ് ആർ ദർ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ആറ്റം? ഈ ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ട്? എത്രയാടാ? പ്രോട്ടോണിൻ്റെ എണ്ണം എത്ര ഉണ്ടെന്ന് ചോദിച്ചത്. അല്ലെ? പോസിറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം. പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 17. അല്ലേ? 17 പോസിറ്റീവ് ചാർജ്, അതായത് 17 പ്രോട്ടോണുകൾ. സെറ്റല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടോ? സെറ്റല്ലേ? പൊളിയല്ലേടാ? ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. 26, ക്വസ്റ്റ്യൻ നമ്പർ 26. ഇല്ലുസ്ട്രേറ്റ് ദ ഫോർമേഷൻ ഓഫ് മഗ്നീഷ്യം ഓക്സൈഡ് യൂസിങ് ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം വെച്ച് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. വിച്ച് ഈസ് ദ കാറ്റയോൺ പ്രസൻറ്റ് ഈസ് മഗ്നീഷ്യം ഓക്സൈഡ്? നമുക്ക് നോക്കാം. വളരെ എളുപ്പമല്ലേ? വളരെ എളുപ്പമല്ലേ മക്കളെ? നോക്കണേ, മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ MgO. MgO എന്ന് പറഞ്ഞാൽ അതിനകത്ത് മഗ്നീഷ്യം ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്, 12 ആണ്. ഒക്കെ നിങ്ങൾ പഠിച്ചിരിക്കണേ. ഒരു 20 വരെയെങ്കിലും, ഒരു 30 വരെയെങ്കിലുമുള്ള ആളുകളെ നിങ്ങൾ പഠിച്ചിരിക്കണം. 10th ആകുമ്പോഴേക്കും 30 വരെയുള്ള ആളുകൾ പഠിച്ചിരിക്കണം. ഇപ്പോൾ നിങ്ങളൊരു 20 വരെയുള്ള ആളുകളെ, ഒരു 18-20 വരെയുള്ള ആളുകളെങ്കിലും നിങ്ങൾ നിർബന്ധമായും അറ്റോമിക് നമ്പറും എലമെൻസും പഠിച്ചിരിക്കണം. റെഡി? 12 ആണ് മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ, 8 ആണ് ഓക്സിജൻ്റെ അറ്റോമിക് നമ്പർ. നമുക്കതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. 282 മഗ്നീഷ്യത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഇനി ഓക്സിജൻ ആണെങ്കിൽ 26. മഗ്നീഷ്യത്തിന് സ്റ്റേബിൾ ആവണമെങ്കിൽ, സ്ഥിരത കൈവരിക്കണമെങ്കിൽ അവൻ്റെ അടുക്കലുള്ള ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കണം. ഓക്സിജന് സ്റ്റേബിൾ ആവണമെങ്കിൽ 2 ഇലക്ട്രോണുകളെ സ്വീകരിക്കണം. ഈ 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്താൽ അവസാന ഷെല്ലിൽ 8 മഗ്നീഷ്യം സ്റ്റേബിൾ ആകും. 2 ഇലക്ട്രോണെ സ്വീകരിച്ചാൽ ഈ 6, 2 ഇലക്ട്രോണെ സ്വീകരിച്ച് 8 ഇലക്ട്രോണായി ഓക്സിജനും സ്റ്റേബിൾ ആകും. അപ്പം ചെയ്യുന്ന പരിപാടി എന്താ? നമുക്കതിൻ്റെ ലൂയിസ് റെപ്രസെൻറ്റേഷൻ എഴുതാം. നോക്കണേ, Mg എന്ന് പറയുന്ന ആൾ, അവൻ്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 2 ഇലക്ട്രോണുകളുണ്ട്. നമ്മൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണെ മാത്രം റെപ്രസെൻറ്റ് ചെയ്താൽ മതി ഡോട്ട് സ്ട്രക്ചറിൽ. ഇനി ഓക്സിജൻ എടുത്തു. ഓക്സിജൻ്റെ അവസാന ഷെല്ലിൽ എത്ര ഇലക്ട്രോണുകളുണ്ട്? 6 ഇലക്ട്രോണുകളുണ്ട്. 1, 2, 3, 4, 5, 6. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെയുള്ള ഈ 2 ഇലക്ട്രോണുകളെ ഈ ഓക്സിജനിലോട്ട് അവൻ എന്ത് ചെയ്യും? ഷിഫ്റ്റ് ചെയ്യും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കടാ? മഗ്നീഷ്യത്തിന് ഈ 2 ഇലക്ട്രോണുകളെ നഷ്ടമാകും. അങ്ങനെ അവൻ എന്ത് ചെയ്യും? Mg2+ ആയിട്ട് മാറും. ഓക്സിജൻ എത്ര ഇലക്ട്രോണുകളെ സ്വീകരിക്കും? 2 ഇലക്ട്രോണുകളെ സ്വീകരിച്ചിട്ട് നിലവിൽ 6 ഇലക്ട്രോണുകൾ ഉണ്ടായിരുന്ന ഓക്സിജൻ എന്ത് സംഭവിക്കും? ഓക്സിജന് ചുറ്റും 2 ഇലക്ട്രോൺ കൂടെ എക്സ്ട്രാ വന്ന് അവന് 8 ഇലക്ട്രോണിനെ കിട്ടും. അവന് എത്ര ഇലക്ട്രോണിനെ സ്വീകരിച്ചു? 2-. ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 2+. എത്ര ഇലക്ട്രോൺ പോയി? 2 ഇലക്ട്രോൺ പോയി, അപ്പോൾ 2+. ഓക്സിജൻ എത്ര ഇലക്ട്രോൺ സ്വീകരിച്ചു? 2 ഇലക്ട്രോൺ സ്വീകരിച്ചു, അപ്പോൾ 2-. റെഡി? ഓക്സിജൻ 2-. ഇവിടെ ബി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ഈസ് ദ കാറ്റയോൺ പ്രസൻറ്റ് ഈസ് മഗ്നീഷ്യം ഓക്സൈഡ്? മഗ്നീഷ്യം ഓക്സൈഡ് ഏതാ? ഇയാളാണ് എന്ത്? മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. ഇവനിലെ കാറ്റയോൺ ഏതെന്നാണ് ചോദ്യം. കാറ്റയോൺ എന്ന് പറഞ്ഞാൽ എന്താ? പോസിറ്റീവ് ചാർജുള്ള ആളുകൾ വിളിക്കുന്ന പേരാണ് കാറ്റയോൺ. ഇവന് പോസിറ്റീവ് ചാർജുള്ള ആളാരാ? ഇവനാണ് Mg2+ ആണ്. Mg2+ ആണ് ഇവിടുത്തെ കാറ്റയോൺ, പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ. സെറ്റല്ലേ? സിമ്പിളല്ലേ മക്കളെ? വളരെ സിമ്പിളല്ലേ? നോക്കണേ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഇതാണ് നമ്മുടെ MgO മാഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്ന ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രാം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? നന്നായിട്ട് വരച്ച് എഴുതി തന്നെ പഠിക്കുക. ഒറ്റ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ എക്സാമിന് അപ്പിയർ ചെയ്യരുത്. ഇതിൽ നിങ്ങൾ വരച്ച് തന്നെ പഠിക്കുക. വരച്ച് ഇത്തരത്തിലുള്ള MgOയും അതുപോലെ Na2O ഒക്കെ ഉണ്ട്. Na2O ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 27. Analyze the given equation. Zn plus 2HCl gives ZnCl2 plus H2. A question, mark the oxidation numbers of atoms before and after the chemical reaction. കെമിക്കൽ റിയാക്ഷന് മുമ്പും അതിന് ശേഷവുമുള്ള ഓക്സിഡേഷൻ നമ്പറുകൾ മാർക്ക് ചെയ്യുക. ബി, ഈസ് ദിസ് എ റിഡോക്സ് റിയാക്ഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. നമുക്ക് നോക്കാം എ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കണേ. ക്വസ്റ്റ്യൻ എ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താടാ? ഓക്സിഡേഷന് മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പർ ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷന് മുന്നേയുള്ള ഓക്സിഡേഷൻ നമ്പർ എഴുതാനാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. നോക്കണേ, Zn ഇക്വേഷൻ Zn പ്ലസ് 2HCl ഗിവ്സ് ZnCl2 പ്ലസ് H2O. ഇതിൽ ഓക്സിഡേഷൻ നമ്പർ മാർക്ക് ചെയ്യുക എന്നതാണ് ഈ ക്വസ്റ്റ്യൻ. മുന്നേയും പിന്നെയും എന്നുള്ള ഇത് മുന്നേയുള്ള ഭാഗം അല്ലേ, റിയാക്റ്റൻറ്റുകൾ. ഇത് റിയാക്ഷൻ കഴിഞ്ഞുള്ള പ്രൊഡക്റ്റുകൾ. അതിൽ രണ്ടിലെയും നമ്മൾ എന്ത് ചെയ്യുക? ഓക്സിഡേഷൻ നമ്പറുകൾ മാർക്ക് ചെയ്യുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കണേ, നമുക്ക് Zn റിയാക്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ആറ്റം ആയിരിക്കുന്ന സമയത്ത് അവൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയാണ്? 0 ആയിരിക്കും. ആറ്റം ആയിരിക്കുമ്പോൾ അവൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. റെഡി? ഇനി 2HCl HCl +1 അതുപോലെ ക്ലോറിന് -1. ഇനി Zn എന്ന് പറയുന്ന ആൾ സിങ്ക് ZnCl2 ആവുന്ന സമയത്ത്, ZnCl2 ആകുന്ന സമയത്ത് എന്ത് സംഭവിക്കും? Zn2+ ആയിട്ട് മാറും. എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? ക്ലോറിൻ്റെ ചാർജ് എത്രയാണ്? -1 ആണ്. എത്ര ക്ലോറിനുകളുണ്ട്? 2 ക്ലോറിനുകളുണ്ട്. അപ്പോൾ 2 മൈനസ് ചാർജുകളുണ്ട്, 2 -1 ചാർജുകളുണ്ട്. എപ്പോഴും ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. -1 ഉള്ള 2 ക്ലോറിനുകളുണ്ട്. എപ്പോഴും 0 ആവണമെങ്കിൽ അവിടെ സിങ്കിൻ്റെ ചാർജ് എന്തായിരിക്കണം? +2 ആയിരിക്കണം. അപ്പോൾ 0യിൽ നിന്ന് എന്തായിട്ട് മാറി? +2 ആയിട്ട് സിങ്ക് മാറി. ഇനി ഇവിടെ പ്രൊഡക്റ്റിൽ ഹൈഡ്രജൻ ഗ്യാസ് റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഹൈഡ്രജൻ ഗ്യാസ് ഒരു ഡയാറ്റോമിക് മോളിക്യൂളായിട്ടാണുള്ളത്. അവൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ സിങ്കിൻ്റെ ആദ്യത്തെ ഓക്സിഡേഷൻ നമ്പർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇവിടെ 2HCl എന്ന് പറയുന്നൊരു കോമ്പൗണ്ടാണ്. അതിനകത്ത് ഹൈഡ്രജൻ്റെ ഓക്സിഡേഷൻ ചാർജ് +1ഉം ക്ലോറിൻ്റെത് ഒരു -1ഉം. റെഡി? ഇനി ഇവിടെ നോക്കണേ, സിങ്ക് 0യിൽ നിന്ന് 2+2യിലേക്ക് ഓക്സിഡേഷൻ നമ്പർ കൂടി. അതുപോലെ ഹൈഡ്രജൻ +1ൽ നിന്ന് 0യിലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഇതാണ് ഇതിലെ ഓക്സിഡേഷനും റിഡക്ഷനും മൊത്തം നമ്മൾ പറയുന്ന ഇവിടെ നടന്ന ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഈ ഒരു റിയാക്ഷനിൽ നോട്ട് ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ നമ്മൾ റെഡിയാക്കി. മാർക്ക് ദ ഓക്സിഡേഷൻ നമ്പേഴ്സ് ഓഫ് ദ ആറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ കെമിക്കൽ റിയാക്ഷൻ. സിങ്ക് ആറ്റം ആയിരിക്കുമ്പോൾ 0 ആയിരിക്കും ഓക്സിഡേഷൻ നമ്പർ. ഇനി റിയാക്ഷൻ നടന്നു ZnCl2 ആവുന്ന സമയത്ത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എത്രയായിരിക്കും? ക്ലോറിൻ ഒരു കോമ്പൗണ്ടിൽ ഇരിക്കുന്ന സമയത്ത് -1 ആയിരിക്കും. അങ്ങനെ -1 ഉള്ള 2 ക്ലോറിനുകളുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ സിങ്കിൻ്റെ ചാർജ് എന്തായിരിക്കും? 2+ ആയിരിക്കും. കാരണം എന്താ? ഇവിടെ നോക്കിയേ മക്കളെ, ZnCl2 ക്ലോറിൻ്റെ ചാർജ് എത്രയാണ്? -1 ആണ് അല്ലേ? -1 ആണ്. 2 ക്ലോറിൻ ഉണ്ട്. അപ്പം -1 ഉള്ള 2 ക്ലോറിൻ ഒരു കോമ്പൗണ്ടിൽ, ഒരു മോളിക്യൂളിൻ്റെ ടോട്ടൽ ഓക്സിജൻ സ്റ്റേറ്റ് എപ്പോഴും എന്തായിരിക്കണം? 0 ആയിരിക്കണം. 2 ക്ലോറിനുകളുണ്ട്. അപ്പോൾ 2 -1 ചാർജ്. അത് 0 ആക്കണമെങ്കിൽ സിങ്കിൻ്റെ ചാർജ് എന്തായിരിക്കണം? +2 ആയിരിക്കണം. റെഡി? അതാണ് ഇവിടെ എഴുതിയത്. സെറ്റാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈസ് ദിസ് എ റിഡോക്സ് റിയാക്ഷൻ? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? നിങ്ങളുടെ ആൻസർ ജസ്റ്റിഫൈ ചെയ്യുക. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ? ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ 0യിൽ നിന്ന് +2യിലേക്ക് പോയി. ഇവിടെ നടന്നത് എന്താ? ഓക്സിഡേഷൻ. ഇവിടെ +1ൽ നിന്ന് 0യിലേക്ക് ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞു. ഇവിടെ നടന്നത് എന്താ? റിഡക്ഷൻ അല്ലേ?
ഇവിടെ ഓക്സീകരണവും ഇവിടെ നിരോക്സീകരണവും നടന്നു. അപ്പോൾ ഇതെന്താണ്? ഒരു റിഡോക്സ് റിയാക്ഷനാണ്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ റിഡക്ഷനും ഓക്സിഡേഷനും സൈമൾട്ടേനിയസ്ലി ഒരുമിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അത്തരം കെമിക്കൽ റിയാക്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഐഡിയ മനസ്സിലായി. റെഡിയാണ്? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 28. യു ആർ ഗിവൺ ബീക്കേഴ്സ് അമോണിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ ആൻഡ് സ്പാച്ചുല. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ബീക്കർ തന്നിട്ടുണ്ട്, അമോണിയം ക്ലോറൈഡ് തന്നിട്ടുണ്ട്, വാട്ടറും സ്പാച്ചുലയും തന്നിരിക്കുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ പ്രൊസീജിയർ ഫോർ പ്രിപ്പയറിങ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന ഓരോന്നും നിർമ്മിക്കാനുള്ള പ്രൊസീജിയർ എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിൻ്റെ ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. രണ്ടാമത് നമുക്ക് ഉണ്ടാക്കേണ്ടത് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിൻ്റെ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. സി സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിൻ്റെ സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഉണ്ടാക്കുക. വളരെ സിമ്പിളാണ് മക്കളെ. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത്? ഒരു ബീക്കറുണ്ട്. റെഡി? ഇനി നമ്മുടെ കയ്യിൽ അമോണിയം ക്ലോറൈഡ് ഉണ്ട്. അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NH4Cl. NH4Cl അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ട് ഉണ്ട്. വാട്ടർ ഉണ്ട്. വാട്ടർ നമ്മളിതിലെടുത്തു, ബീക്കറിലെടുത്തു. സ്പാച്ചുല ഉണ്ട്. റെഡി? അപ്പോൾ അമോണിയം ക്ലോറൈഡ് എന്ന് പറയുന്ന സാൾട്ട് നമ്മളൊരു സ്പാച്ചുല എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടീസ്പൂണാണ് അല്ലേ, നമ്മളതിനെ സ്പാച്ചുല എന്ന് വിളിക്കും. ആ സ്പാച്ചുലയിൽ കുറച്ച് എടുക്കുന്നു, ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിടുന്ന പോലെ ഈ അമോണിയം ക്ലോറൈഡിനെ കുറച്ച് അതിലേക്ക് ആഡ് ചെയ്യുന്നു. ഞാനതിൻ്റെ വളരെ സിമ്പിൾ വഴിയാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനെന്ത് ചെയ്യാം? ഡിസ്ക്രിപ്റ്റീവ് ചെയ്താൽ. അങ്ങനെ നമ്മൾ അതിലേക്ക് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറി? ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനായിട്ട് മാറി. നമ്മൾ അതിലേക്ക് ചേർത്തു, കുറച്ച് അമോണിയം ക്ലോറൈഡിനെ ചേർത്തു. ആഡ് സം അമോണിയം ക്ലോറൈഡ് ടു എ വാട്ടർ ടേക്കൺ ഇൻ എ ബീക്കർ. അതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? ഒരു അൺസാച്ചുറേറ്റഡ് സൊല്യൂഷനായി. ഇനി നമ്മൾ അതിലേക്ക് കൂടുതൽ അമോണിയം ക്ലോറൈഡിനെ ചേർത്തുകൊണ്ടേയിരുന്നു. ഒരുപാട് ചേർത്ത് നമ്മൾ അതിനെങ്ങനെ ഇളക്കി അതിന് നമ്മൾ ഒരുപാട് ഷെയ്ക്ക് ചെയ്ത് അങ്ങനെ അതിൽ ഡിസോൾവ് ആയി. അതിൽ വാട്ടറിൽ ഇങ്ങനെ ഡിസോൾവ് ആയി. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? ആദ്യം കുറച്ച് ചേർത്തല്ലേ, അതിന് ഡിസോൾവ് ആയി. അത് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. വീണ്ടും ചേർത്ത് ഒരുപാട് അതിൽ ഡിസോൾവ് ആയി. ഇനി അതിൽ ഡിസോൾവ് ആവില്ല എന്ന് പറയുന്ന അവസ്ഥ എത്തും. നമ്മൾ ഒരുപാട് അമോണിയം ക്ലോറൈഡ് ഇതിനകത്തേക്ക് ചേർത്ത് ഇതിനകത്ത് ഡിസോൾവ് ചെയ്യില്ല. അമോണിയം ക്ലോറൈഡൊക്കെ വിട്ടിട്ട് ഞാനൊരു കോമൺ എക്സാമ്പിൾ പറയാം. ഉപ്പ് നമ്മൾ വെള്ളത്തിൽ ചേർത്തു. ഉപ്പ് ആദ്യം കുറച്ച് ചേർത്തു, അത് ഇതിൽ എന്ത് ചെയ്യും? ലയിക്കും, സൊല്യൂബിൾ ആവും. ഒരുപാട് ഉപ്പ് ചേർത്ത് ഇനി അതിൽ ഉപ്പ് ലയിക്കാതെ താഴെ ഇങ്ങനെ അടിഞ്ഞുകൂടും. ആ സൊല്യൂഷനെയാണ് നമ്മൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പോൾ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ അമോണിയം ക്ലോറൈഡ് എങ്ങനെ ഉണ്ടാക്കുന്നത്? ഒരുപാട് അമോണിയം ക്ലോറൈഡ് ഇങ്ങനെ വെള്ളത്തിലേക്ക് ചേർക്കുക. അങ്ങനെ ചേർത്ത് ഇനി അത് അമോണിയം ക്ലോറൈഡ് ലയിക്കാതെ താഴെ ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന അവസ്ഥയിലെത്തും. ആ ഒരു സൊല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് വിളിക്കും. സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. ഇനി നമ്മൾ അതിനൊന്ന് ചൂടാക്കാം. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഫർണസ് വേണം. അതിനൊന്ന് ഹീറ്റ് ചെയ്യാം. അതിനെ നമ്മളൊന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിലേക്ക് അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്യാം. ഇനി അത് ലയിക്കില്ല എന്ന് പറഞ്ഞ അവസ്ഥ എത്തിയല്ലോ, സാച്ചുറേറ്റ് എത്തിയല്ലോ. അതിനെ വീണ്ടും ചൂടാക്കി വീണ്ടും അതിൽ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിൽ ഡിസോൾവ് ആവും. വീണ്ടും അതിൽ NH4Cl അമോണിയം ക്ലോറൈഡ് ഡിസോൾവ് ആയി. നന്നായി ചൂടാക്കിയാലും നന്നായി എന്ത് ചെയ്യുക? ഡിസോൾവ് ചെയ്യുക. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. ഒരുപാട് അമോണിയം ക്ലോറൈഡ് സാച്ചുറേറ്റഡിനെ നമ്മൾ ചൂടാക്കിയിട്ട് ഹീറ്റ് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് അമോണിയം ക്ലോറൈഡ് ചേർത്തിട്ട് അതിനെ ഡിസോൾവ് ചെയ്യുക. ആ ഒരു സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൂപ്പർ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഓഫ് അമോണിയം ക്ലോറൈഡ്. ഇതിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാം. ഇത്രയാണ് അതിൻ്റെ കൺസെപ്റ്റ്. റെഡി മക്കളെ? ഇതിൻ്റെ കൺസെപ്റ്റ് ഇത്രയാണ്. ഈ കൺസെപ്റ്റ് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിനെ ആൻസർ ചെയ്യുക. സെറ്റല്ലേ? പൊളിയല്ലേ? സിമ്പിളായുള്ള ഒരു ക്വസ്റ്റ്യനാണ്. വളരെ എളുപ്പം മാർക്ക് സ്കോർ ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 29. Analyze the equation and table regarding the formation of water by combining hydrogen with oxygen. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷനാണ് തന്നിട്ടുള്ളത്. A question, what is the relation between the total mass of the reactant and the total mass of the product? ഈ ബോക്സ് കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കണേ, ഈ ബോക്സിൽ ആദ്യത്തെ സിറ്റുവേഷനിൽ മാസ് ഓഫ് ഹൈഡ്രജൻ 2 ഗ്രാം ഹൈഡ്രജൻ, 16 ഗ്രാം ഓക്സിജൻ. അങ്ങനെ H2O വാട്ടർ എത്ര പ്രൊഡ്യൂസ് ചെയ്തു എന്നാണ് നോക്കുന്നത്. ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഓക്സിജൻ. 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനും കമ്പൈൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 18 ഗ്രാം വാട്ടറാണ്. 2 + 16 18 ഗ്രാം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ
4 ഗ്രാം ഹൈഡ്രജനും 32 ഗ്രാം ഹൈഡ്രജനും ചേർന്നപ്പോൾ നമുക്ക് കിട്ടിയത് 36 ഗ്രാം ഓക്സിജനാണ്. നോക്കണേ, ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ ഒന്നാമത്തെ സിറ്റുവേഷനിൽ റിയാക്റ്റൻറ്റിൻ്റെ മാസ് നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 2 + 16 എത്രയാ? 18 ഗ്രാം. അത്ര തന്നെയല്ലേ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയത്? അതെ. ഇനി നമുക്കിവിടെ നോക്കാം, രണ്ടാമത്തെ സിറ്റുവേഷനിൽ പ്രൊഡക്റ്റിൻ്റെ മാസ് എത്രയാണ്? 36 ഗ്രാം, 36 ഗ്രാം. ഇനി റിയാക്റ്റൻറ്റുകളുടെ മാസ് നമ്മൾ സമ്മ എടുത്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 4 + 32, 4 + 32 എത്രയാ? 36. അത്ര തന്നെയല്ലേ പ്രൊഡക്റ്റ് കിട്ടിയത്? അതായത് മക്കളെ, ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻ്റ് എത്രയാണോ അത്ര തന്നെ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടും. എത്രയാണോ പ്രൊഡക്റ്റിൻ്റെ മാസ് അത്ര റിയാക്റ്റൻ്റ് ഉണ്ടായിരിക്കും. റെഡി? ഒന്നുകൂടെ എത്രയാണോ നമ്മൾ റിയാക്റ്റൻ്റ് എടുത്തത് അത്ര ഗ്രാം നമുക്ക് പ്രൊഡക്റ്റ് കിട്ടിയിരിക്കണം. അതായത് ഇവിടെ നമുക്ക് എന്ത് പറയാൻ കഴിയും? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻ്റ് ആൻഡ് ദ ടോട്ടൽ മാസ് ഓഫ് ദ പ്രൊഡക്റ്റ്? ടോട്ടൽ മാസ് ഓഫ് ദ റിയാക്റ്റൻ്റ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റും ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും, സിമിലർ ആയിരിക്കും, സെയിം ആയിരിക്കും. ഇനി ബി ക്വസ്റ്റ്യൻ എന്താ? വിച്ച് ലോ ഈസ് റിലേറ്റഡ് ടു ദിസ് ടേബിൾ? ഈ ടേബിളുമായി റിലേറ്റ് ചെയ്ത ലോ ഏതാണ്? സ്റ്റേറ്റ് ദ ലോ. ആ ലോ സ്റ്റേറ്റ് ചെയ്യാണ് പറഞ്ഞത്. ഏതാണ് ആ ലോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഏതാ ലോ? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. മാസ് സംരക്ഷണ നിയമം. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. റെഡി? അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? മാസിനെ നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം. ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റ് ഈസ് ആൾവേസ് ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റൻറ്റിൻ്റെയും ടോട്ടൽ മാസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. റെഡി? അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. റെഡി അല്ലേ? ഈ ഒരു ലോ ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം, എങ്ങനെ നമുക്കതിനെ സ്റ്റേറ്റ് ചെയ്യാം? ദ ടോട്ടൽ മാസ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ ഈസ് ആൾവേസ് ഈക്വൽ ടു ദ ടോട്ടൽ മാസ് ഓഫ് റിയാക്റ്റൻറ്റ്. ടോട്ടൽ മാസ് പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റൻ്റെയും മാസ് സിമിലർ ആയിരിക്കും, സെയിം ആയിരിക്കും, ഈക്വൽ ആയിരിക്കും. റെഡി അല്ലേ? ഇനി ക്വസ്റ്റ്യൻ നമ്പർ 30, 30ാമത്തെ ക്വസ്റ്റ്യൻ. മെഗ്നീഷ്യം ഈസ് ആഡഡ് ടു ഹൈഡ്രോക്ലോറിക് ആസിഡ് ടേക്കൺ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. ഒരു ടെസ്റ്റ് ട്യൂബിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു, അതിലേക്ക് നമ്മൾ മെഗ്നീഷ്യം ആഡ് ചെയ്യുന്നു. വിച്ച് ഗ്യാസ് ഈസ് ഫോംഡ്? ഏതാണ് ഫോം ചെയ്യുന്നത്? ഒരു ആസിഡിലേക്ക് ഒരു മെറ്റൽ ആഡ് ചെയ്താൽ ഏത് ഗ്യാസ് ഫോം ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? H2 ഗ്യാസ്. ഇനി അടുത്തത്, വാട്ട് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഈസ് ദിസ്? ഏത് ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണിത്? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ അല്ലേടാ? നോക്കണേ, ഏത് റിയാക്ഷനാണ്? അതാ Mg + HCl gives എന്താണ് കിട്ടുന്നത്? MgCl2 + ഹൈഡ്രജൻ ഗ്യാസ് അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്നു. MgCl2, അതായത് Mg ക്ലോറിനെ ഇങ്ങോട്ട് എടുക്കുന്നു, MgCl2. ഹൈഡ്രജൻ അതിൽ നിന്ന് എന്ത് ചെയ്യും? ഗ്യാസ് ലിബറേറ്റ് ചെയ്തു പോകും. റെഡി? ഏതാ റിയാക്ഷൻ? ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, ആദേശ രാസപ്രവർത്തനം. റെഡിയാണ്? ഇനി സി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എനി വൺ മെത്തേഡ് ടു ഇൻക്രീസ് ദ റേറ്റ് ഓഫ് ദിസ് റിയാക്ഷൻ. ഈ ഒരു റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മെത്തേഡ്. ഞാൻ 2 മെത്തേഡ് നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്ന് എഴുതിയാൽ മതി. ഒന്ന്, മാഗ്നീഷ്യം എന്ന് പറയുന്ന മെറ്റലിനെ വളരെ പൗഡറാക്കി, വളരെ ചെറിയ അളവിൽ, വളരെ ചെറിയ പൗഡറാക്കി, അല്ലെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി, ചെറിയ പീസസായി ആഡ് ചെയ്യാം അല്ലേ? Mgനെ നമുക്ക് എന്ത് ചെയ്യാം? വളരെ ചെറിയ പീസായി ആഡ് ചെയ്യാം. അപ്പോൾ അതിന് റിയാക്ഷൻ കൂടും. ഇനി രണ്ടാമത്തെ മറ്റൊരു മെത്തേഡ്, ഇതിനെ നമ്മൾ ചൂടാക്കുക, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുക, ഹീറ്റ് ചെയ്യുക. ഇതെന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യുക. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിനെ ഒന്ന് ഹീറ്റ് ചെയ്യുക. ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ മാഗ്നീഷ്യം അതിലേക്ക് ചേർക്കുന്നതെങ്കിൽ അതിൻ്റെയും എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഓക്കെ. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്ത വേണമെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് കുറച്ച് അധികം ഒഴിച്ച് കഴിഞ്ഞാൽ റിയാക്ഷൻ കൂടും. അല്ലെങ്കിൽ മാഗ്നീഷ്യത്തിന് കുറച്ച് കൂടുതൽ ആഡ് ചെയ്യാം, കുറച്ച് കൂടുതൽ മാഗ്നീഷ്യം അതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോഴും എന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും. ഇതിലേതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ, നിങ്ങൾക്ക് മനസ്സിലായത് വളരെ കൺസെപ്റ്റ് മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കി അതിനനുസരിച്ച് ആൻസർ ചെയ്യുക. ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് ഇവിടെ തന്നിട്ടുള്ളത്, ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മാഗ്നീഷ്യത്തിൻ്റെ അളവ് കൂട്ടുകയോ, മാഗ്നീഷ്യത്തിൻ്റെ പൗഡറാക്കി യൂസ് ചെയ്യുകയോ, മാഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷനോ അല്ലെങ്കിൽ ആസിഡിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയോ, അതുമല്ലെങ്കിൽ അതിനെ ഹീറ്റ് ചെയ്യുകയോ ചെയ്യാം. സെറ്റാണേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവേ. 31. As atomic number changes, the size of atom also changes. അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? സൈസ് ഓഫ് ആറ്റത്തിൻ്റെ സൈസും കൂടും.
വിച്ച് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ സൈസ് ഓഫ് ആറ്റം? ആറ്റത്തിൻ്റെ സൈസിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹൗ ഡസ് ദ സൈസ് ഓഫ് എൻ ആറ്റം വേരി ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ്? ഗ്രൂപ്പിലും പീരിയഡിലും എങ്ങനെയാണ് ആറ്റത്തിൻ്റെ സൈസ് വാരി ചെയ്യുന്നത്? ആറ്റത്തിൻ്റെ സൈസിനെ പിന്നെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് അറ്റോമിക് നമ്പർ ഫാക്ടറാണ് അല്ലേ? അത് ആറ്റോമിക് നമ്പർ കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ഷെല്ലുകളുടെ എണ്ണം കൂടും. ഷെല്ലുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കൂടും. ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് ഷെല്ലുകളുടെ എണ്ണം കൂടും. ഷെല്ലുകളുടെ എണ്ണം കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ സൈസ് കൂടും. റെഡി. ആറ്റോമിക് നമ്പർ കുറയുമ്പോഴോ, ആറ്റോമിക് നമ്പർ ചെറിയ ആറ്റോമിക് നമ്പറുള്ള ആളുകളാകുമ്പോഴോ അവരുടെ ഇലക്ട്രോണുകളുടെ എണ്ണം കുറവായിരിക്കും, അവരുടെ ഷെല്ലുകളുടെ എണ്ണം കുറവായിരിക്കും, അവരുടെ സൈസും കുറയും. റെഡിയല്ലേ? ഇനി ഹൗ ഡസ് ദ സൈസ് ഓഫ് എൻ ആറ്റം വേരി ഇൻ ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്? ഗ്രൂപ്പിലും പീരിയഡിലും എങ്ങനെയാണ് ഒരാറ്റത്തിൻ്റെ സൈസ് വാരി ചെയ്യുന്നത്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ താഴോട്ടാണ്, പീരിയഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ്. ടോപ്പ് ടു ബോട്ടം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ എന്ത് ചെയ്യൂടാ? ആറ്റത്തിൻ്റെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കും. സൈസ് ഓഫ് ആറ്റം ഇൻക്രീസസ് മൂവിങ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഇൻ എ ഗ്രൂപ്പ്. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് എന്ത് ചെയ്യും? സൈസ് കൂടി വരും. കാരണം എന്താ? അവരുടെ ഷെല്ലുകളുടെ എണ്ണം കൂടി വരും. അതായത് ഇവിടെ ഒന്നാമത്തെ പീരീഡാണ്, ഇത് രണ്ടാമത്തെ പീരീഡാണ്. ഒന്നാമത്തെ പീരീഡിൽ ഒരു ഷെല്ലേ ഉള്ളൂ, രണ്ടാമത്തെ പീരീഡിൽ 2 ഷെല്ലുകൾ ഉണ്ടാവും ആറ്റത്തിന്, മൂന്നാമത്തെ പീരീഡിൽ 3 ഷെല്ലുകൾ. അങ്ങനെ താഴത്തോട് വരുന്ന സമയത്ത് ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് എന്ത് ചെയ്യും? ആറ്റത്തിൻ്റെ വലിപ്പം കൂടും. ഇനി പീരിയഡിൽ ഇടത്ത് നിന്ന് ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് ആറ്റത്തിൻ്റെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. ഇങ്ങോട്ട് കൂടുകയാണെങ്കിൽ ലെഫ്റ്റ് ടു റൈറ്റിൻ്റെ പീരിയഡ് ആറ്റത്തിൻ്റെ സൈസ് വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? ഇവിടെ ഷെല്ലുകളുടെ എണ്ണം സെയിം ആയിരിക്കും. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മൂന്നാമത്തെ പീരിയഡിൽ, തേർഡ് പീരിയഡിൽ ത്രൂ ഔട്ട് ആ പീരിയഡിൽ എല്ലാ ആറ്റത്തിനും 3 ഷെല്ലുകളാണ് ഉണ്ടാവുക. പക്ഷേ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ അറ്റോമിക് നമ്പറിൽ മാറ്റം വരും. അറ്റോമിക് നമ്പറിൽ മാറ്റം വരിക എന്ന് പറഞ്ഞാൽ അതിനകത്ത് ന്യൂക്ലിയസിൻ്റെ ചാർജ് കൂടും, പ്രോട്ടോണിൻ്റെ എണ്ണം കൂടും. പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുന്ന സമയത്ത് ഷെല്ലുകളെ നന്നായി പിടിച്ചു വലിക്കും. നന്നായി പിടിച്ചു വലിക്കുന്ന സമയത്ത് ഷെല്ലുകളൊക്കെ എന്ത് ചെയ്യും? സ്ട്രിങ്ക് ചെയ്യും, അതിൻ്റെ വലിപ്പം കുറയും. ഇടത്തുനിന്ന് ലെഫ്റ്റ് ടു റൈറ്റിൻ്റെ പീരിയഡ് അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടും. പക്ഷേ ഷെല്ലുകളുടെ എണ്ണം എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അവരുടെ മൂന്നാമത്തെ പീരീഡ് എന്ന് പറഞ്ഞാൽ പീരീഡിൽ ത്രൂ ഔട്ട് 3 ഷെല്ലുകളാണ് ഉണ്ടാവുക. ഇനി നാലാമത്തെ പീരീഡിലാണെങ്കിലോ 4 ഷെല്ലുകളാണ് ഉണ്ടാവുക. ആ പീരീഡിൽ മുഴുവൻ ആളുകൾക്ക് 4 ഷെല്ലാണ്. പക്ഷേ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്ന സമയത്ത് അവരുടെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നത് കൊണ്ട് അവന് പ്രോട്ടോൺ ന്യൂക്ലിയസ് നന്നായി അവനെ പിടിച്ചു വലിക്കുന്നത് കൊണ്ട് അവൻ്റെ വലിപ്പം എന്ത് ചെയ്യും? ഇടത്തുനിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയും. റെഡി അല്ലേടാ? സെറ്റല്ലേ? സിമ്പിളല്ലേ? നോക്കണേ, സൈസ് ഓഫ് എൻ ആറ്റം ഫാക്ടേഴ്സുകൾ നമുക്കെന്ത് പറയാം? നമ്പർ ഓഫ് ഷെൽസ് പറയാം. അതുപോലെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലുള്ള ചാർജ്, പ്രോട്ടോണിൻ്റെ എണ്ണം, അതായത് അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? അതിൻ്റെ സൈസ് മാറ്റം വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ടേബിൾ അനലൈസ് ചെയ്തിട്ട് ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെയും ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാം. എന്ന് പറഞ്ഞാൽ 6 ആണ്, 2 4. ബി എന്ന് പറയുന്നത് 14 ആണ്, 2 8 4. സി എന്ന് പറഞ്ഞാൽ 17 ആണ്, 2 8 7. ഡി എന്ന് പറയുന്ന ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 19 ആണ്, 2 8 8 1. റെഡിയല്ലേ? ഇങ്ങനെയാണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകൾ വരുന്നത്. ഞാൻ ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനുകൾ മാറ്റി എഴുതിയതാണ്. ഓക്കെ, ഇനി ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ബിലോങ് ടു ദ സെയിം പീരിയഡ്? ഒരേ പീരിയഡിൽ വരുന്ന ആളുകൾ ഏതൊക്കെ? വളരെ സിമ്പിൾ അല്ലേ മക്കളെ? ഒരേ പീരിയഡിൽ വരണമെങ്കിൽ അവരുടെ ഷെല്ലുകളുടെ എണ്ണം എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ഇവിടെ ഷെല്ലുകളുടെ എണ്ണം തുല്യമായത് ആരൊക്കെയാണ്? ഇവിടെയും 3 ഷെല്ലുകൾ, ഇവിടെയും 3 ഷെല്ലുകൾ. അതായത് ബിയും സിയുമാണ് ഒരേ പീരിയഡിൽ വരുന്ന ആളുകൾ. ഇനി ബിയോ, വിച്ച് എലമെൻറ്റ് എമംഗ്സ് എ ആൻഡ് ബി ആർ സ്മോളർ ആറ്റം? എ ആണോ ബി ആണോ സ്മോളർ ആറ്റം? എങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? ഇപ്പോൾ ഇവിടെ നോക്കണേ, എയിൽ 2 ഷെല്ലുകളേ ഉള്ളൂ, ബിയിലോ 3 ഷെല്ലുകളുണ്ട്. അപ്പോൾ സ്മോളർ ആറ്റം ഏതാ? എ ആയിരിക്കും എന്ത്? സ്മോളർ ആറ്റം. റെഡിയല്ലേ? എയിൽ 2 ഷെല്ലേ ഉള്ളൂ, ബിയിൽ 3 ഷെല്ലുകളുണ്ട്. ഷെല്ലുകളുടെ എണ്ണം കൂടുമ്പോൾ വലിപ്പം കൂടും. അപ്പോൾ സ്മോളർ ആറ്റം ഏതാ? എ. ഇനി ഫൈൻഡ് ദ ഗ്രൂപ്പ് ഓഫ് എലമെൻറ്റ് സി എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് കണക്കാക്കുക. സി നോക്കണേ, 287. സി എന്ന് പറയുന്ന ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 287 ആണ്. ഗ്രൂപ്പ് അവസാന ഷെല്ലിൽ ഇലക്ട്രോൺ ആണ് എത്രയാ? 7 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 7 + 10 17th ഗ്രൂപ്പായിരിക്കും. റെഡി? 17th ഗ്രൂപ്പായിരിക്കും. അവൻ ക്ലോറിനാണ്. നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു ക്ലോറിനാണ് അവൻ.
അല്ലെ 17th ഗ്രൂപ്പിൽ ഉൾപ്പെട്ട ക്ലോറിൻ ആയിരിക്കും. ഇനി 17th ഗ്രൂപ്പാണ് ഏതാ ഫാമിലി? ഹാലജൻ ഫാമിലി അല്ലേ. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ വരുന്ന ഫാമിലി. ടു വിച്ച് ഫാമിലി ഓഫ് ദ എലമെൻറ്റ് ഡസ് സി ബിലോങ്സ്? സി എന്ന് പറയുന്ന ആൾ ഉൾപ്പെട്ട ഫാമിലി ഏതാണ്? ഏതാടാ? ഹാലജൻ. ഹാലജൻ ഫാമിലി അല്ലേ. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ ഉൾപ്പെടുന്ന ആ ഒരു ഫാമിലിയാണ് 17th ഗ്രൂപ്പാണ്. 17th ഫാമിലിയാണ് ഹാലജൻ ഫാമിലിയാണ് സി. റെഡിയല്ലേ? ഇനി ഇയാൾ ആരാണ്? ഡി എന്ന് പറയുന്നത് ഇത് പൊട്ടാസ്യമാണ് അല്ലേ. പൊട്ടാസ്യം. അയാളുടെ ആ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്ത് 33. എൻ എലമെൻറ്റ് അലുമിനിയം 13 അതിൻ്റെ സിമ്പൽ കൊടുത്തിരിക്കുന്നു. റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൽ ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും എണ്ണം കണക്കാക്കുക. പ്രോട്ടോൺ എത്രയാടാ? അറ്റോമിക് നമ്പർ എത്രയാണ്? 13 പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയായിരിക്കും? 13 ഇനി ന്യൂട്രോൺ എങ്ങനെ കാണാം? ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് മാസ് നമ്പർ. ഇവിടെ മാസ് നമ്പർ എത്രയാണ്? 27 ആണ്. നമുക്ക് ഓൾറെഡി അറിയാം പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്? 13. 27 മൈനസ് 13 എത്രയാണ് വരുന്നത്? 14 ന്യൂട്രോണായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. കാരണം എന്താ? പ്രോട്ടോണിൻ്റെ എണ്ണം പ്ലസ് ന്യൂട്രോണിൻ്റെ എണ്ണമാണ് മാസ് നമ്പർ. മാസ് നമ്പർ ഇവിടെ 27 ആണ്. 27 മൈനസ് 13. പ്രോട്ടോണിൻ്റെ എണ്ണം മൈനസ് ചെയ്താൽ 14 ആണ് ഇതിനകത്ത് ന്യൂട്രോണിൻ്റെ എണ്ണം. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏത്? അലുമിനിയാണ്. 13 എങ്ങനെ ചെയ്തോടാ? 2 8 2 8 10 പിന്നെ ഒരു 3 കൂടെ അല്ലേ 13. റെഡി. 2 8 3. ഡ്രോ ദ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. ഈ എലമെൻറ്റിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. എങ്ങനെയാണ് വരക്കൂടാം? ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ന്യൂക്ലിയസിനകത്ത് ആരൊക്കെ ഉണ്ട്? പ്രോട്ടോണ് 13 എണ്ണം. ന്യൂട്രോൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു എത്ര ഉണ്ട്? 14 എണ്ണം. 3 ഷെല്ലുകളുണ്ടാവും. നമ്മൾ നേരത്തെ വരച്ചതാണല്ലോ. അലുമിനിയം 13 2 8 3 3 ഷെല്ലുകളുണ്ടാവും. 1 2 3. ഒന്നാമത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ? 2 ഇലക്ട്രോൺ. 1 2. ഇനി രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. 1 2 3 4 5 6 7 8. അവസാന ഷെല്ലിൽ 3 ഇലക്ട്രോൺ. 1 2 3. ഇതാണ് ഇതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. സിമ്പിൾ അല്ലേടാ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. ഇനി നോക്കണേ അടുത്ത ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. വളരെ എളുപ്പം നിങ്ങൾക്ക് പറയാം. മാച്ച് ദ ഫോളോയിങ്. ഈ ഒരു ടേബിളിനെ മാച്ച് ചെയ്യുക എന്നാണ് ക്വസ്റ്റ്യൻ. കാഥോഡ് റേസ് കാസ്റ്റ് ഷോട്ട്സ് ഓഫ് ഒപ്പെക് ഒബ്ജക്ട്സ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത്. ആ ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ ഒബ്സർവേഷനുകളാണ്. കാഥോഡ് റേസ് കാസ്റ്റ് ഷാഡോ ഓഫ് ഒപ്പെക്. ഒപ്പെക് ഒബ്ജക്ട്സിലൂടെ പോകുമ്പോൾ ഷാഡോ കാണിക്കുന്നു. അങ്ങനെ ഷാഡോ കാണിക്കുന്നുണ്ടെങ്കിൽ എന്ത് ഇൻഫറൻസിലാണ് നമ്മൾ എത്തുന്നത്? ദ പാർട്ടിക്കിൾ കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈനിലാണ് അത് ട്രാവൽ ചെയ്യുന്നത്. ദ സ്മാൾ പാഡൽ വീൽ പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാഥോഡ് റേസ് റൊട്ടേറ്റ്. അതിലൊരു പാഡൽ വീൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതിനർത്ഥം എന്താടാ? അതിലെന്ത് ചെയ്യുന്നു? പാർട്ടിക്കിൾ ഇൻ ദ കാഥോഡ് റേസ് ഹാവ് മാസ്. പാർട്ടിക്കിളിന് കാഥോഡ് റേസിന് മാസ് ഉണ്ട്. ഇനി ഇലക്ട്രിക് ഫീൽഡ് കാഥോഡ് റേസ് ആർ അട്രാക്റ്റഡ് ടുവാർഡ്സ് ദ പോസിറ്റീവ് പ്ലേറ്റ്. പോസിറ്റീവ് പ്ലേസിലേക്ക് കാഥോഡ് റേസ് അട്രാക്ട് ചെയ്യണമെങ്കിൽ അവൻ്റെ ചാർജ് എന്താ? കാഥോഡ് റേസിൻ്റെ ചാർജ് എന്തായിരിക്കും? അത് നെഗറ്റീവ് ചാർജ് ആയി. കാഥോഡ് റേസ് ഹാവ് നെഗറ്റീവ് ചാർജ്. ആൾ ഗ്യാസസ് ഗീവ് കാഥോഡ് റേസ് വിത്ത് സെയിം ബിഹേവിയർ. എല്ലാ കാഥോഡ് റേസിനും എന്ത് സെയിം ബിഹേവിയർ എല്ലാ ഗ്യാസുകളും കാണിക്കുന്നു. അതിനർത്ഥം എന്താ? പാർട്ടിക്കിൾ ഇൻ ദ കാഥോഡ് റേസ് ആർ പ്രസൻറ്റ് ഇൻ ആൾ സബ്സ്റ്റൻസ്. എല്ലാ സബ്സ്റ്റൻസിലും എന്തുണ്ട്? കാഥോഡ് റേസിലുള്ള പാർട്ടിക്കിളുകളുണ്ട് എന്നതാണ് അതിൻ്റെ ഇൻഫറൻസ്. മാച്ച് ദ ഫോളോയിങ്. വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ അല്ലേ? ഓക്കെ. അടുത്തത് സെലക്ട് ദ സ്യൂട്ടബിൾ നെയിംസ് ഓഫ് ഫാമിലി ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. താഴെ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അനുസരിച്ചുള്ള ഫാമിലികൾ സെലക്ട് ചെയ്യുക. നോക്കണേ. ലാസ്റ്റ് ഷെൽ ആരൊക്കെയുള്ളത്? ബ്രാക്കറ്റിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഉണ്ട്, ആക്ടിനോയിഡ്സ് ഉണ്ട്, നോബിൾ ഗ്യാസ് ഉണ്ട്, ആൽക്കലി മെറ്റൽസ് ഉണ്ട്. ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കാം. ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽസ് ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ. പെനൾട്ടിമേറ്റിൽ ഷെല്ലിൽ ഫില്ല് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആയിരിക്കും. ഇതാണ് എ. ട്രാൻസിഷൻ എലമെൻറ്റ്സിലായിരിക്കും പെനൾട്ടിമേറ്റ് ഷെല്ലിൽ ഇലക്ട്രോണുകൾ ഫില്ല് ചെയ്യുന്നത്. യൂഷ്വലി ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആളുകൾ ആരാടാ? നോബിൾ ഗ്യാസുകളായിരിക്കും അല്ലേ. നോബിൾ ഗ്യാസുകളായിരിക്കും. റെഡിയല്ലേ? ഇനി ദേ ആർ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ്. ഗ്രൂപ്പ് 1 ഉൾപ്പെട്ട എലമെൻറ്റ്സ് ആരൊക്കെയാണ്? അത് ആൽക്കലി മെറ്റൽസ് ആയിരിക്കും. ഇനി അറേഞ്ച്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡ് ടേബിൾ. പീരിയോഡ് ടേബിളിൽ ഏറ്റവും താഴെ ഉൾപ്പെട്ട ആളുകൾ ആരൊക്കെയാടാ? ബോട്ടം ഓഫ് ദ പീരിയോഡ് ടേബിൾ അവന് ആക്ടിനോയിഡ്സുകളാണ്. അതാണ് ഡി. സെറ്റല്ലേ? ഇങ്ങനെ നമ്മളതിനെ നെയിം ചെയ്തു. വളരെ എളുപ്പം നമുക്കതിനെ
ക്ലാസിഫൈ ചെയ്യാം. റെഡിയല്ലേ? ഇനി നോക്കണേ, മഗ്നീഷ്യം റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം മഗ്നീഷ്യം ക്ലോറൈഡ്. മഗ്നീഷ്യം ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? മഗ്നീഷ്യം റിയാക്ട് വിത്ത് ക്ലോറിൻ ടു ഫോം മഗ്നീഷ്യം chloride MgCl2. Write the balanced chemical equation for this reaction. Write the change in oxidation number of Mg in this reaction. Write the oxidation reaction and reduction reaction. Oxidation reaction reduction reaction ഇതാണ് പറഞ്ഞത്. Mg യും Cl2 റിയാക്ട് ചെയ്ത് MgCl2 ആയിട്ട് മാറുന്നു. Mg ആവുന്ന സമയത്ത് നോക്കണേ, നന്നായി ശ്രദ്ധിക്കുക, അറ്റമാണ് 0 ആയിരിക്കും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ക്ലോറിൻ അത് ഡയറ്റോമിക് മോളിക്യൂളാണ്, 0 ആണ്. MgCl2 ആയിരിക്കുന്ന സമയത്ത് ക്ലോറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. 2 ക്ലോറിനുകളുണ്ട് മൈനസ് ചാർജിൽ, അതുകൊണ്ട് +2 ആയിരിക്കും മഗ്നീഷ്യത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. 0യിൽ നിന്ന് മഗ്നീഷ്യം +2 ആയിട്ട് മാറി, 0യിൽ നിന്ന് ക്ലോറിൻ -2 ആയിട്ട് മാറി, -1 ആയിട്ട് മാറി. ഇവിടെ നടന്നത് മഗ്നീഷ്യത്തിന് നടന്നതാണ് ഓക്സിഡേഷൻ, ഇനി ക്ലോറിന് നടന്നതാണ് എന്ത്? റിഡക്ഷൻ. റെഡിയാണ്? ഇനി ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഓഫ് ദ റിയാക്ഷൻ. ഇത് ബാലൻസ്ഡ് ആണ്. നമ്മൾ ഓൾറെഡി മഗ്നീഷ്യം, ഇവിടെ ഒരു മഗ്നീഷ്യം, 2 ക്ലോറിൻ ബാലൻസ്ഡ് ആണ്. റൈറ്റ് ദ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ ഓഫ് ദ മഗ്നീഷ്യം ഇൻ ദിസ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ മഗ്നീഷ്യത്തിനുള്ള ചേഞ്ച് ചെയ്തുക. എന്താണ്? 0യിൽ നിന്ന് +2ലേക്ക് പോയി. ഇനി റൈറ്റ് ദ ഓക്സിഡേഷൻ റിയാക്ഷൻ ആൻഡ് ദ റിഡക്ഷൻ റിയാക്ഷൻ സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ഓക്സിഡേഷൻ റിയാക്ഷനും അതുപോലെ റിഡക്ഷനും സെപ്പറേറ്റ് ചെയ്യുക. ആർക്ക് ഓക്സിഡേഷൻ നടന്നു? മഗ്നീഷ്യത്തിനാണ്. മഗ്നീഷ്യത്തിന് എന്ത് നടന്നു? Mg എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറി? Mg2+ ആയിട്ട് മാറി. എങ്ങനെ? 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. ഇതാണെന്തടാ? ഓക്സിഡേഷൻ. ഇനി ആർക്കാണ് റിഡക്ഷൻ നടന്നത്? ക്ലോറിനാണ് റിഡക്ഷൻ നടന്നത്. ക്ലോറിൻ എന്ന് പറയുന്ന ആൾ എന്തായിട്ട് മാറി? 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് ക്ലോറിൻ അയോണുകളായിട്ട് മാറി, ആനയോണുകളായിട്ട് മാറി. ഇത് Mg2+ ആയിട്ട് മാറി. ഇവിടെ നടന്നത് ഓക്സിഡേഷൻ, ഇവിടെ നടന്നതാണെന്ത്? റിഡക്ഷൻ. ഇത് ഓക്സിഡേഷൻ റിയാക്ഷൻ, ഇത് റിഡക്ഷൻ റിയാക്ഷൻ. റെഡിയാണ്? സെറ്റല്ലേ? വളരെ സിമ്പിളല്ലേ മക്കളെ? ഓക്കെ, നോക്കണേ. ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ ആറ്റം ഈസ് 6. ദ അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെൻറ്റ് ഈസ് 6. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഒരു എലമെൻറ്റിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. ഹൗ മെനി ഷെൽസ് ആർ ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ ദിസ് എലമെൻറ്റ്? ഈ എലമെൻറ്റിൽ എത്ര ഷെല്ലുകൾ ഉണ്ടെന്നാണ്, എത്ര ഷെൽസ് ഓഫ് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ ദിസ് എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയായിരിക്കും? 2 4. എത്ര ഷെല്ലുകൾ ഇതിനകത്തുണ്ട്? 2 ഷെല്ലുകളുണ്ട്. റെഡി? ഇൻ വിച്ച് ഓഫ് ദീസ് ഷെൽസ് ഇലക്ട്രോൺസ് വിത്ത് ഹയർ എനർജി ആർ പ്രസൻറ്റ്? ഏതൊക്കെയാടാ? ഇത് K എന്ന് പറയുന്ന ഷെല്ല്, ഇത് L എന്ന് പറയുന്ന ഷെല്ല്. L എന്ന് പറയുന്ന ഷെല്ലാണ് ഔട്ടർമോസ്റ്റ് ഷെല്ല്. ഔട്ടർമോസ്റ്റ് ഷെല്ലിലായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? എനർജി കൂടിയ ഇലക്ട്രോണുകൾ ഉണ്ടാവുക. റെഡിയല്ലേ? അവസാന ഷെല്ലിലായിരിക്കും എനർജി കൂടിയ ഇലക്ട്രോണുകൾ ഉണ്ടാവുക. An isotope of this element is used for determine the age of fossils. ഫോസിലുകളുടെ ഏജ് തീരുമാനിക്കുന്നതിൽ ഇതിൻ്റെ ഒരു ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐസോട്ടോപ്പ്. ഏതാടാ? കാർബൺ 40 അല്ലേ? ഇവിടെ കൊടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ആരാ? കാർബൺ. 6 അറ്റോമിക് നമ്പറുള്ള എലമെൻ്റ് ഏതാ? കാർബൺ ആണ്. ആ കാർബണിലെ കാർബൺ 40 എന്ന് പറയുന്ന ഐസോട്ടോപ്പാണ് നമ്മൾ ഏതിന് യൂസ് ചെയ്യുന്നത്? ഫോസിലുകളുടെ ഏജ് തീരുമാനിക്കുന്നതിന് ഉപയോഗിക്കുന്നത്. കാർബൺ 14 ആണ്. ഇനി റൈറ്റ് 1 ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോട്ടോപ്പ് ആൻഡ് ഐസോബാർ. ഐസോബാർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ ഒരേ അറ്റോമിക് നമ്പർ ആയിരിക്കും, ഡിഫറൻറ്റ് മാസ് നമ്പർ ആയിരിക്കും. ഐസോബാർ എന്ന് പറഞ്ഞാലോ ഡിഫറൻറ്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും, പക്ഷേ ഒരേ മാസ് നമ്പർ ആയിരിക്കും. അത് തന്നെയാണ് ഇതിൻ്റെയുള്ള വ്യത്യാസം. ഇവിടെ സെയിം ആയിരിക്കും. ഐസോട്ടോപ്പുകളിൽ അറ്റോമിക് നമ്പറുകൾ സെയിം ആയിരിക്കും, ഇവിടെയോ മാസ് നമ്പറുകൾ സെയിം ആയിരിക്കും. റെഡിയാണേ? അതാണ് ഇതിലുള്ള വ്യത്യാസം. നോക്കണേ, ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് ക്വസ്റ്റ്യൻ നമ്പർ 38. ദ ചേഞ്ച് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹാവിങ് ത്രഷോൾഡ് എനർജി വിത്ത് ടെമ്പറേച്ചർ ഇസ് ഇല്ലുസ്ട്രേറ്റ് ഇൻ ദ ഗ്രാഫ്. വാട്ട് ഈസ് ത്രഷോൾഡ് എനർജി? നോക്കണേ, ത്രഷോൾഡ് എനർജിയും റിയാക്ഷനും തമ്മിലുള്ള ബന്ധം ഒരു ഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഇൻ എക്സ്പെരിമെൻറ്റ് വിച്ച് ഷോസ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. മെറ്റീരിയൽ ഗിവൺ അമോണിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ടെസ്റ്റ് ട്യൂബ് ബർണർ. വൈ ദ സ്പീഡ് ഓഫ് റിയാക്ഷൻ ഇൻക്രീസസ് വെൻ ദ റിയാക്ടൻറ്റ് ആർ ഹീറ്റഡ്. എക്സ്പ്ലെയിൻ ദ ബേസിസ് ഓഫ് ത്രഷോൾഡ് എനർജി. ത്രഷോൾഡ് എനർജിയുടെ ബേസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കണേ, ഇവിടെ ഈ ഗ്രാഫിൽ ത്രഷോൾഡ് എനർജി നോക്കണേ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്
ത്രഷോൾഡ് എനർജിയും ഇൻക്രീസ് ചെയ്യുന്നു. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നത് എന്താണ് ത്രഷോൾഡ് എനർജി എന്നുള്ളത്. നമുക്ക് മുഴുവൻ അതിന് ആൻസർ ചെയ്യാം. നോക്കണേ, ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കാൻ വേണ്ടി മോളിക്യൂളുകൾക്ക് ആവശ്യമായ മിനിമം കൈനറ്റിക് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് എനർജി. ഇറ്റ് ഈസ് ദ മിനിമം കൈനറ്റിക് എനർജി റിക്വയർഡ് ഫോർ എ മോളിക്യൂൾ ഫോർ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ ആ മോളിക്യൂളിന് ആവശ്യമായ മിനിമം കൈനറ്റിക് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് എനർജി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോക്കണേ, ഒരു ബീക്കർ എടുത്തു. ആ ബീക്കറുകളിൽ ഒരുപാട് മോളിക്യൂളുകളുണ്ട്. ഈ മോളിക്യൂളുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുമ്പോൾ, കൂട്ടിയിടിക്കുമ്പോഴാണ്, നോക്കണേ, ഈ മോളിക്യൂൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ കൊളൈഡ് ചെയ്യുമ്പോഴാണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നത്. നമ്മൾ ഈ രണ്ട് കോമ്പൗണ്ടുകളെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. എ എന്ന് പറയുന്ന ആളെ, ബി എന്ന് പറയുന്ന ആളെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നു. ഈ എ എന്ന് പറയുന്ന പാർട്ടിക്കിളും ബി എന്ന് പറയുന്ന പാർട്ടിക്കിളും തമ്മിൽ ഇങ്ങനെ കൊളൈഡ് ചെയ്യും, കൂട്ടിയിടിക്കും. ഈ കൂട്ടിയിടിക്കുന്നതിന് ഫലമായാണ് കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഈ കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ വെറുതെ കൂട്ടിയിടിച്ചാൽ പോരാ, ഈ രണ്ടാളുകൾക്കും ഒരു മിനിമം കൈനറ്റിക് എനർജിയിൽ കൂട്ടിയിരിക്കണം. ഒരു മിനിമം കൈനറ്റിക് എനർജിയിൽ കൂട്ടിയിടിക്കുമ്പോൾ മാത്രമേ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുള്ളൂ. ആ മിനിമം കൈനറ്റിക് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് എനർജി. ഇറ്റ് ഈസ് ദ മിനിമം കൈനറ്റിക് എനർജി റിക്വയർഡ് ഫോർ ദ എഫക്റ്റീവ് കൊളിഷൻ ഓഫ് എ മോളിക്യൂൾ. ഒരു എഫക്റ്റീവ് കൊളിഷൻ മോളിക്യൂൾ നടക്കണമെങ്കിൽ ആവശ്യമായ കൈനറ്റിക് എനർജിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ത്രഷോൾഡ് എനർജി. റെഡി? നമ്മൾ ഇതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത്, ടെമ്പറേച്ചർ കൊടുത്ത് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇവിടെയുള്ള ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ കൈനറ്റിക് എനർജി കൂടും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിങ്ങനെ അടങ്ങി നിൽക്കുകയാണ്, ഒരു ക്ലാസ്സിൽ നമ്മളിങ്ങനെ അടങ്ങി നിൽക്കുകയാണ്. നമ്മളെന്ത് ചെയ്തു? പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഇപ്പോൾ പെട്ടെന്നൊരു പൂച്ച അല്ലെങ്കിൽ നായൊക്കെ എന്ത് ചെയ്തു? നമ്മളെ ക്ലാസ്സിനകത്തേക്ക് കയറി. അങ്ങനെ എല്ലാവരും കടിക്കുമെന്ന് തോന്നിയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കെ ഓടി. അങ്ങനെ പരക്കെ ഓടുമ്പോൾ എല്ലാവരും തമ്മിൽ എന്ത് ചെയ്യും? കൂട്ടിയിരിക്കും. വളരെ ഒതുങ്ങിയിരുന്ന ആളുകൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാധനം വരുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? ഓടും, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയിരിക്കും, കൊളൈഡ് ചെയ്യും. അതുപോലെ നമ്മൾ ഈ കെമിക്കൽ റിയാക്ഷൻ വളരെ പതുക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത്, ടെമ്പറേച്ചർ അവിടെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇവരുടെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുമ്പോൾ ഇവർ വളരെ പെട്ടെന്ന് കൂട്ടിയിടിക്കും. അതായത് അവരുടെ ഓരോരുത്തരുടെയും കൈനറ്റിക് എനർജി ത്രഷോൾഡ് എനർജിയിലെത്തും. ത്രഷോൾഡ് എനർജിയിൽ അവർ കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കും. അപ്പോൾ ടെമ്പറേച്ചർ കൊടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ത്രഷോൾഡ് എനർജിയുള്ള മോളിക്യൂളുകളുടെ എണ്ണം കൂടുകയും അവരെന്ത് ചെയ്യും? കെമിക്കൽ റിയാക്ഷനിൽ എളുപ്പം റേറ്റ് കൂടുകയും ചെയ്യും. അതാണ് നമ്മളുടെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഗ്രാഫിൽ കൊടുക്കുന്നത്. ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും? ത്രഷോൾഡ് എനർജി കൂടും. റെഡി? ഇനി നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. റൈറ്റ് എൻ എക്സ്പെരിമെൻറ്റ് ടു ബി ഷോസ് ദ കെമിക്കൽ റിയാക്ഷൻ ഡിപ്പെൻസ് ഓൺ ദ ടെമ്പറേച്ചർ. മെറ്റീരിയൽസ് ഗിവൻ അമോണിയം ക്ലോറൈഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ടെസ്റ്റ് ട്യൂബ് ആൻഡ് ബർണർ. ഈ 3 ആളുകൾ ഉപയോഗിച്ച് ഒരു എക്സ്പെരിമെൻറ്റ് നമ്മളോട് കണ്ടക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, വളരെ സിമ്പിളാണ്. ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ഈ ടെസ്റ്റ് ട്യൂബിൽ നമ്മൾ ചേർക്കേണ്ടത് അമോണിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ NH4Cl, അതുപോലെ NaOH. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈ ടെസ്റ്റ് ട്യൂബിൽ മിക്സ് ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നടന്ന് NaCl + H2O അതുപോലെ NH3 എന്ന് പറയുന്ന ഒരു ഗ്യാസും ഫോം ചെയ്യും. NH3 അമോണിയ എന്ന് പറയുന്ന ആൾക്ക് വളരെ പഞ്ചറ്റ് സ്മെല്ലാണ്, അതായത് വളരെ രൂക്ഷമായ മൂക്കിലേക്ക് അടിച്ചു കയറുന്ന ഒരു സ്മെല്ലാണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഈ അമോണിയം ക്ലോറൈഡിനെയും NaOHനെയും ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ ഈ അമോണിയ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, വളരെ പതുക്കെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ അങ്ങോട്ട് ഹീറ്റ് ചെയ്യുക. ഇതിനങ്ങോട്ട് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ വളരെ പെട്ടെന്ന് നടന്ന് ഈ വരുന്ന അമോണിയയുടെ അളവ് കൂടും. അതുവരെ വളരെ കുറച്ച് അമോണിയ വന്നതെങ്കിൽ നമ്മൾ അതിനെ സ്മെല്ല് ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് അമോണിയ മാത്രം, സ്മെല്ല് വളരെ കുറവാണ്. അതിനെ ഹീറ്റ് ചെയ്തതിന് ശേഷം വളരെയധികം പങ്കർ സ്മെല്ല്, വളരെ രൂക്ഷഗന്ധത്തിൽ അമോണിയ അതിൽ നിന്ന് അടിച്ച് പുറത്തോട്ട് വരും. അപ്പോൾ ഇതാണ് അവിടെ നമ്മൾ നടത്തുന്ന കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, NH4Clഉം NaOHും വെച്ചുള്ള കെമിക്കൽ റിയാക്ഷൻ. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ആ കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത്. ഇനി അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള why the speed of chemical reaction increases when the reactant heated. റിയാക്റ്റൻ്റ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് കെമിക്കൽ റിയാക്ഷൻ കൂടുന്നു എന്നൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കൂടുന്നത്? അവിടെ ത്രഷോൾഡ് എനർജിയിലെത്തിയ മോളിക്യൂളുകളുടെ എണ്ണം കൂടുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത്
മോളിക്യൂളുകളുടെ കൈനറ്റിക് എനർജി കൂടുന്നു. കൈനറ്റിക് എനർജി കൂടുമ്പോൾ കൂടുതൽ മോളിക്യൂളുകൾ ത്രഷോൾഡ് എനർജിയിലെത്തുന്നു. ത്രഷോൾഡ് എനർജിയിലെത്തിയ മോളിക്യൂളുടെ എണ്ണം കൂടുമ്പോൾ വളരെ എഫക്റ്റീവായ കൊളിഷനുകൾ, കൂട്ടിയിടിക്കലുകൾ കൂടുന്നു. അങ്ങനെ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നു. ഇതാണ് അവിടെയുള്ള എക്സ്പ്ലനേഷൻ. ക്ലിയർ അല്ലേ മക്കളെ? നോക്കണേ ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ 39. The atomic numbers of aluminum, carbon, oxygen and chlorine are given below. Aluminium 13, carbon 6, oxygen 8 and chlorine 17. Find the valencies of this element. ഈ എലമെൻറ്റുകളുടെ വാലൻസി കണ്ടെത്തുക. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഏതൊക്കെയാണ്? അലുമിനിയം ഓക്സൈഡും അതുപോലെ കാർബൺ ടെട്രാക്ലോറൈഡും. നോക്കണേ, വാലൻസികൾ നമുക്ക് നോക്കാം. ആരൊക്കെയാണ്? അലുമിനിയം, കാർബൺ, ഓക്സിജൻ, അലുമിനിയം 13 283, കാർബൺ 6 ആണ് 24, ഓക്സിജൻ 8 26, ക്ലോറിൻ 17 287. വാലൻസികൾ എത്രയാണ്? അലുമിനിയം 3 ആണ് വാലൻസി അല്ലേ? 3 ആണ് വാലൻസി. ഇനി കാർബൺ ആണെങ്കിലോ അവസാന ഷെല്ലിൽ 4 ഇലക്ട്രോണാണുള്ളത്, അതുകൊണ്ട് 4 ആണ് വാലൻസി. ഓക്സിജൻ 26 ആണ്, 2 ഇലക്ട്രോണെ റിസീവ് ചെയ്യണം, വാലൻസി എത്രയാണ്? 2 ആണ് വാലൻസി. ക്ലോറിൻ 17 ആണ് അറ്റോമിക് നമ്പർ, അവസാന ഷെല്ലിൽ 7 ഇലക്ട്രോൺ ഉണ്ട്, 1 ഇലക്ട്രോണെ റിസീവ് ചെയ്യണം, വാലൻസി 1 ആണ്. ഇനി റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് യൂസിങ് ദിസ് വാലൻസി. ഈ വാലൻസി യൂസ് ചെയ്ത് താഴെ കൊടുത്ത ആളുകളുടെ കെമിക്കൽ ഫോർമുല അലുമിനിയം ഓക്സൈഡ് ആണ്. അലുമിനിയം ഓക്സൈഡ് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ആദ്യം അലുമിനിയം എഴുതുക. അലുമിനിയത്തിൻ്റെ വാലൻസി എത്രയാണ്? 3, 3 എഴുതി. ഓക്സിജൻ എഴുതി. ഓക്സിജൻ്റെ വാലൻസി എത്രയാണ്? 2. അടുത്ത സ്റ്റെപ്പ് നമ്മളെ ഈ വാലൻസി ഒക്കെ തിരിച്ചിടുക, താഴത്തോട്ട് തിരിച്ചിടുക. എങ്ങനെ എഴുതുക? ഓക്സിജൻ്റെ വാലൻസിയായ 2 അലുമിനിയത്തിൻ്റെ താഴെ എഴുതുക Al2, അലുമിനിയത്തിൻ്റെ വാലൻസിയായ 3 ഓക്സിജൻ്റെ താഴെ എഴുതുക Al2O3. ഇനി കാർബൺ ടെട്രാക്ലോറൈഡ് എന്തൊക്കെ എഴുതുക? ആദ്യം കാർബൺ എഴുതുക. കാർബണിൻ്റെ വാലൻസി എത്രയാണ്? 4, അത് മുകളിൽ എഴുതുക. ക്ലോറിൻ സിമ്പൽ എഴുതുക. ക്ലോറിൻ്റെ ബാലൻസ് എത്രയാണ്? 1. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്? ഈ ബാലൻസുകളെ തിരിച്ചിട്ട് കൊടുക്കുക. കാർബണിൻ്റെ ബാലൻസ് 1 ആയതുകൊണ്ട് 1 എഴുതണമെന്നില്ല. ഇനി ക്ലോറിൻ എഴുതുക. കാർബണിൻ്റെ ബാലൻസ് എത്രയാണ്? 4, അത് ക്ലോറിൻ്റെ താഴെട്ട് കൊടുക്കുക. CCl4, കാർബൺ ടെട്രാക്ലോറൈഡ്. Al2O3 ആണ് അലുമിനിയം ഓക്സൈഡ്. സെറ്റ് അല്ലേ? റെഡി അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഓക്കെ, ഇങ്ങനെയാണ് നമ്മളതിന് ആൻസർ ചെയ്യുന്നത്. നോക്കണേ, നമ്മുടെ അവസാന ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 14. സം കെമിക്കൽ ഇക്വേഷൻസ് ആർ ഗിവൻ. ചില കെമിക്കൽ ഇക്വേഷൻസ് തന്നിരിക്കുന്നു. CaCO3 gives CaO plus CO2, H2 plus Cl2 gives 2HCl, SO2 plus H2 gives H2SO3. ഇനി for H2SO4 plus BaCl2 plus BaSO4 plus 2HCl. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ആർ കോമ്പിനേഷൻ റിയാക്ഷൻസ്? എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? രണ്ട് റിയാക്റ്റൻറ്റുകൾ കമ്പൈൻ ചെയ്ത് മറ്റൊരു പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് എന്ത്? കോമ്പിനേഷൻ റിയാക്ഷനുകൾ അല്ലേ? രണ്ട് ആറ്റങ്ങൾ അല്ലെങ്കിൽ 2 മോളിക്യൂളുകൾ കമ്പൈൻ ചെയ്ത് മറ്റൊരു മോളിക്യൂളായി മാറുന്ന റിയാക്ഷനുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പിനേഷൻ റിയാക്ഷൻസ്. സെലക്ട് ആൻ ഇക്വേഷൻ ഫോർ കോമ്പിനേഷൻ റിയാക്ഷൻ ഫ്രം ദോസ് ഗിവൺ എബോവ്. മുകളിലുള്ളതിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിൾ ഏതൊക്കെയാടാ? ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ് അല്ലേ? ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. അതുപോലെ ഇതും കോമ്പിനേഷൻ റിയാക്ഷൻ എക്സാമ്പിളാണ്. ഇത് ഹൈഡ്രജനും ക്ലോറിനും ചേർന്ന് HCl ഉണ്ടാകുന്ന കോമ്പിനേഷൻ റിയാക്ഷൻ. ഇത് സൾഫർ ഡയോക്സൈഡും വാട്ടറും ചേർന്ന് H2SO3 ഉണ്ടാകുന്ന ഒരു കോമ്പിനേഷൻ റിയാക്ഷനാണ്. ഇത് രണ്ടും കോമ്പിനേഷൻ റിയാക്ഷനുകൾക്ക് എക്സാമ്പിളാണ്. ഇനി സെലക്ട് 1 ഇക്വേഷൻ ഫോർ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡീകമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ട് ഡീകമ്പോസ് ചെയ്ത് വിവിധ കോമ്പൗണ്ടുകളായിട്ട് വിവിധ മോളിക്യൂളുകളായിട്ട് മാറുക. ഏതൊക്കെയാണ്? CaCO3 കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്ന ആൾ ഡീകമ്പോസ് ചെയ്ത് CaOയും CO2മായിട്ട് മാറുന്നു. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. ഇനി അടുത്തത് ഇക്വേഷൻ 4 ഡിനോട്ട്സ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. വൈ? ഇക്വേഷൻ 4 എന്താണ്? ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷനാണ്. എന്തുകൊണ്ടാണ്? ഇവിടെ H2SO4 എന്ന് പറയുന്ന ആളും BaCl2 എന്ന് പറയുന്ന ആളും ഡീകമ്പോസ് ചെയ്യുന്നു. H2SO4 എന്ന ആൾ ഡീകമ്പോസ് ചെയ്തത് ഇവിടെ നിന്ന് ഈ SO4 ബേരിയവും ഈ ക്ലോറിന് HCl-ഉം കൊണ്ടുപോകുന്നു. അതായത് അവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അയോണുകളെ പരസ്പരം വെച്ച് മാറുന്നു. ഇത്തരം റിയാക്ഷനുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. നോക്കണേ,
H2SO4 SO4ന് ബേരിയവും BaCl2 HCl ഹൈഡ്രജനും വലിച്ചിട്ട് BaSO4 2HCl അവർ പരസ്പരം അയോണുകൾ വെച്ച് മാറുന്ന റിയാക്ഷനെ വിളിക്കുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ. സിമ്പിൾ അല്ലേടാ? ഇത്രയുമാണ് നമ്മുടെ 9th മൊത്തം കെമിസ്ട്രിയിലെ മോഡൽ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യമായിട്ട് വളരെ നന്നായിട്ട് പഠിക്കുക. ഒരുപാട് എല്ലാ ഇമ്പോർട്ടൻ്റ് ഏരിയകളും നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസും നന്നായിട്ട് ഒരുപാട് തവണ വർക്ക് ചെയ്യുക. ഒരുപാട് തവണ ഇപ്പോൾ സ്ട്രക്ചറൊക്കെ വരക്കാനുള്ളതിൽ നന്നായിട്ട് തന്നെ അത് വരച്ച് തന്നെ പഠിക്കുക. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക. ഓക്കെ, ഇതോടുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മോഡൽ ക്വസ്റ്റ്യൻ നിർത്തുകയാണ്. ഓക്കെ, താങ്ക് യു.